പ്രൈസ് ലോർഡ്. വിമൺ ഫോർ ജീസസിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെക്ഷനിലേക്ക് എല്ലാ പ്രിയമുള്ളവരും ആശയോടെ സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷി നമ്മൾ ഒന്നിച്ച് കേൾക്കാൻ പോവുകയാണ്. പ്രാർത്ഥിച്ച് ആരംഭിക്കുക. പ്രാർത്ഥനയോട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ജീവിതാനുഭവത്തോടെ ഞങ്ങൾ കേൾക്കാൻ പോവുകയാണ്. തിരുമഹത്വം ഞങ്ങളുടെ മേൽ വെളിപ്പെടണം. ഞങ്ങളുടെ കുറവശങ്ങൾ ക്ഷമിക്കണം. അവിടുത്തെ മഹത്വത്തിൻ്റെ പ്രവൃത്തി കാണുവാൻ ഞങ്ങളെ സഹായിക്കണം. ഇതുമായി സമർപ്പിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗത്ത് നിന്ന് ഈ ശുശ്രൂഷയിൽ അറ്റൻഡ് ചെയ്യുന്ന ഈ വീഡിയോ കാണുന്ന ഓരോന്നിൻ്റെ മക്കളെ അനുഗ്രഹിക്കണം. വലിയ ബ്ലെസ്സിങ് ആക്കി തീർക്കണം. ഞങ്ങളുടെ നടുവിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന അവിടുത്തെ ദാസിക്കായി സ്തോത്രം ചെയ്യുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ ആത്മീക ബലത്തിന് കാരണമായി തീരാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. വൻ കാര്യങ്ങൾ ചെയ്താട്ട് പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ഈ സമയം മുതൽ ഞങ്ങളുടെ ആശീർവാദ പ്രാർത്ഥന വരെ പ്രത്യേക കൃപയുണ്ടാകണം. സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാം കരങ്ങളിൽ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഹായിച്ചാട്ടപ്പ യേശു മൂലം ഞങ്ങൾ താഴ്മയായി ചോദിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. ഇന്ന് നമ്മളോടൊപ്പം കർത്താവ് നടത്തിയ അനുഭവങ്ങളെ പങ്കുവെക്കാൻ എത്തിയിരിക്കുന്നത് ജമ്മുവിൽ നിന്ന് പ്രിയ സിസ്റ്റർ ബിൻസി ബേബിയാണ്. പ്രിയ സിസ്റ്റർ നമ്മൾ സ്നേഹത്തോടെ നമ്മുടെ സെക്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. ജമ്മു കാശ്മീരിൽ നിന്നാണ് ജോയിൻ ചെയ്തേക്കുന്നില്ലയോ? ഏത് സ്ഥലം അവിടെ? ജമ്മു അറസ്പുര. ഓക്കെ, ബിയാസ്പൂർ സ്ഥലമാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഓക്കെ, ഞങ്ങളുടെ റിയാസി വന്നിട്ടുണ്ട്, അത് മാത്രം നമുക്കറിയാം. അതെ, അന്ന് സിസ്റ്റർ മോള് നിസിയോടെ ഉണ്ടായിരുന്നു. അങ്ങനെ നിസിയെ പരിചയപ്പെടാനൊക്കെ ദൈവം സഹായിച്ചു. പിന്നെ എനിക്കൊന്ന് നോയിഡേ ഞങ്ങൾ ക്യാമ്പിന് പോയപ്പോഴും അവർ രണ്ടുപേരും ഉണ്ടായിരുന്നു അല്ലേ? കുഞ്ഞുങ്ങൾ രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നു. അതെ അതെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വർഷങ്ങളായിട്ട് ജമ്മുവിലാണോ? ഇല്ല, ഇപ്പം 14 വർഷത്തിലേക്ക് ഞങ്ങൾ കടക്കുക. ശരി, കർത്താവിന്റെ വേലയുമായിട്ടുള്ള ബന്ധത്തിൽ അല്ലേ? അതെ അതെ. ഓക്കെ, അപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ തന്നെയായിരുന്നു അതിനു മുമ്പും? എന്റെ ഹസ്ബൻഡ് നോർത്ത് ഇന്ത്യയിലായിരുന്നു. എറണാകുളത്ത് ഗുഡ് ന്യൂസിലാണ് പഠിച്ചത്. പഠിച്ച ശേഷം അവര് 7 പേര് ഫ്രണ്ട്സ് നമ്മുടെ PM അപ്പച്ചന്റെ കൂടെ അവിടെ വർക്ക് ചെയ്യാനായിട്ട്. പിന്നെ അങ്ങനെ ആദ്യമായി വന്നത് ജമ്മുവിലായിരുന്നു. ജമ്മുവില് ഉധംപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അവിടെ 3 മാസത്തോളമായിരുന്നു. അതിനുശേഷം പിന്നെ ഗോരഖ്പൂരിലേക്ക് പോയി. അവിടെ 2 വർഷത്തോളവും അവിടെയായിരുന്നു. അതിനുശേഷം വിവാഹം കഴിക്കാൻ വേണ്ടിയാണ് നാട്ടിലേക്ക് വരുന്നത്. പിന്നെ ഉടനെ ഞങ്ങളുടെ വിവാഹമൊക്കെ കഴിഞ്ഞെങ്കിലും തിരിച്ചു പെട്ടെന്ന് വരാൻ പറ്റിയില്ല. 15 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായി. അങ്ങനെ അതിനുശേഷമാണ് ഞങ്ങൾ പിന്നെ തിരിച്ച് ജമ്മുവിലേക്ക് തന്നെ കടന്നത്. ശരി, ഈ ദിവസങ്ങളിലൊക്കെ വലിയ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു അല്ലേ? അതെ, ഒത്തിരി പ്രതികൂലങ്ങളിലൂടെ ഒക്കെ കടന്നുപോയി. അതെ, പ്രത്യേകിച്ചും നമ്മളൊക്കെ ഈ ഒരു പ്രിയ വാത്സല്യ കുടുംബത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ കേട്ടു. പല വാർത്താ മാധ്യമങ്ങൾ വഴി കേട്ടു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ എതിരുകൾ ഒക്കെ ഈ കുടുംബം നേരിടുകയായിരുന്നു. നമ്മളൊക്കെ പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. അതാണ് ഈ സാക്ഷ്യത്തെ ഇന്ന് വളരെ വ്യത്യസ്തമാക്കുന്നത്. ജമ്മുവിലുള്ള ഈ 10-14 വർഷങ്ങളിൽ ഇങ്ങനൊരു അനുഭവം ആദ്യമായിട്ടാണോ? വളരെ നല്ല ആൾക്കാർ, വളരെ നല്ല ആൾക്കാരും നമ്മളെ ഒരുപാട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. ഇങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എല്ലാം കർത്താവിന്റെ പ്ലാനും. അതെ, പൊതുവിൽ അങ്ങനെ നമ്മൾ ഈ ജമ്മു കാശ്മീരിൽ നിന്ന് അങ്ങനെ സുവിശേഷ വിരോധികളുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതൊക്കെ വളരെ ചുരുക്കമായിട്ടായിരുന്നു ഒരു സമയം വരെ കേട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിനൊത്തിരി മാറ്റങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് മറ്റൊരു വാർത്ത ഇതുപോലെ നമ്മൾ കണ്ടല്ലോ. ഒരു വാനൊക്കെ അടിച്ചു തകർക്കുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടല്ലോ. അതും ജമ്മുവിൽ നിന്നായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും ഈ പ്രിയപ്പെട്ട കുടുംബം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ പരിശോധനയിലൂടെ കടന്നു പോവുകയായിരുന്നു, എതിരുകളിലൂടെ കടന്നു പോവുകയായിരുന്നു. പക്ഷേ അവരെ ദൈവം പിന്നെയും ആ സ്ഥലത്ത് ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നു. നല്ലൊരു സാക്ഷ്യമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളൊക്കെ ജനിച്ചു വളർന്നത്, പാസ്റ്ററും സിസ്റ്ററും ഒക്കെ ജനിച്ചു വളർന്നത് എവിടെയാണ്? നാട്ടിലെവിടെയാണ് സ്ഥലമൊക്കെ? മാതാപിതാക്കൾ, സഹോദരങ്ങൾ, അങ്ങനെ കുടുംബത്തെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം കേട്ടോ. എല്ലാം പറയും. കർത്താവിന്റെ അതിപരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്രകാരം ഒരവസരം എന്റെ ജീവിതത്തിൽ കർത്താവ് ഒരുക്കി തന്നതിന് ഞാൻ വളരെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതിനുവേണ്ടി എനിക്ക് ഇതുപോലൊരു അവസരം ഒരുക്കി തന്നത് ആസാദി ചാനലിലൂടെ കർത്താവിന്റെ ദാസനും ദാസിയുമായുള്ള ബന്ധത്തിൽ ഇപ്രകാരം എനിക്കൊരു അവസരം ലഭിച്ചു. ഞാൻ പലപ്പോഴും ആസാദി ചാനലിലെ പല സാക്ഷ്യങ്ങളും എൻ്റെ ഓരോ വിഷമഘട്ടങ്ങളിൽ ഞാൻ
മറ്റുള്ളവരുടെ സാക്ഷ്യം കേൾക്കുന്ന ഒരു സ്വഭാവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പലപ്പോഴും ഇത് കേൾക്കാറുണ്ട്. അതെന്റെ ജീവിതത്തിൽ വലിയ ആശ്വാസമാണ്. ഇങ്ങനെ ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അനേകർക്ക് ആശ്വാസമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ ചാനൽ എൻ്റെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും എനിക്ക് ഈ ചാനലിലെ ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് ഒത്തിരി പ്രചോദനമായിട്ടുണ്ട്. അപ്പോൾ ഈ ചാനൽ ഒരു വലിയ അനേകർക്ക് അനുഗ്രഹമാണെന്ന് ഓർക്കുന്നതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് ഇപ്രകാരം ഒരു അവസരം ഒരുക്കി തന്നതിന് ചാനലിനോടുള്ള എല്ലാ നന്ദിയെ അർപ്പിക്കുന്നു. എൻ്റെ പേര് ബിൻസി ബേബി എന്നാണ്. എൻ്റെ ബാല്യകാലത്തെ പറ്റിയൊക്കെ ഒന്ന് സംസാരിക്കാം. അത് ഞാനൊരു ക്രിസ്തീയ ബെന്തക്കോസ്ത് കുടുംബത്തിൽ തന്നെ ജനിച്ചു വളർന്ന 4-ാം തലമുറക്കാരിയാണ്. ഞങ്ങള് ബെന്തക്കോസ്ത് അനുഭവത്തിലൂടെ തന്നെയാണ് ഞങ്ങൾ ജനിച്ചു വളർന്നത്. എനിക്ക് ഞങ്ങൾ 3 സഹോദരിമാരും ഒരു സഹോദരനും, പിന്നെ പപ്പയും മമ്മിയും. അങ്ങനെ ഞങ്ങള് 6 പേരടങ്ങുന്ന ഒരു ഫാമിലി ആയിരുന്നു. അവിടുത്തെ 2ാമത്തെ മോളാ ഞാന്. ഞങ്ങളെ വളരെ ബെന്തക്കോസ്ത് അനുഭവത്തിലായിരുന്നുകൊണ്ട് അന്നത്തെ കാലത്ത് നല്ല രീതിയിൽ ഞങ്ങളെ വളർത്തുവാൻ ഞങ്ങളുടെ പേരൻസിന് ദൈവം സഹായിച്ചു. ആ ദൈവീയ ശിക്ഷണത്തിലും ആ ദൈവീയ വചനത്തിനനുസരിച്ച് ഞങ്ങളെ വളർത്തിയെടുക്കുവാൻ എൻ്റെ മാതാപിതാക്കൾ വളരെ ശ്രദ്ധിച്ചിരുന്നു. അന്ന് മുതൽ എൻ്റെ മാതാവ് ഒരിക്കൽ പോലും നിങ്ങൾ പഠിച്ച് ഒരു ഇന്ന ആളാകണം അങ്ങനൊന്നും പറഞ്ഞു തന്നിട്ടില്ല. ചെറുപ്പത്തിൽ തന്നെ പറയും, കർത്താവിന്റെ വേല ചെയ്യണം, നിങ്ങൾ കർത്താവിന്റെ വേല ചെയ്യണോന്ന് പറഞ്ഞു തരുമായിരുന്നു. അതെന്റെ മനസ്സിൽ ഞാൻ വളരെയധികം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ചെറിയ ബാല്യം മുതലേ ഞാനത് മനസ്സിൽ സംഗ്രഹിച്ചു. അങ്ങനെ എൻ്റെ ചെറിയ പ്രായം. എന്നാല് എനിക്ക് ഓർമ്മയില് ഏകദേശം ഒരു 4 വയസ്സൊക്കെ ഉള്ളപ്പം ഞാൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകേണ്ടതായ ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിലുണ്ടായി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4 വയസ്സാ. അപ്പൊ ഞങ്ങളെ 4 കുട്ടികളൊക്കെ ആയിരുന്നത് കൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ അപ്പച്ചന്റെയും അമ്മച്ചിന്റെയും കൂടെയാണ് എൻ്റെ താമസം. എൻ്റെ പപ്പയും മമ്മിയും ബാക്കി 3 പേരും മറ്റൊരു സ്ഥലത്താ താമസിക്കുന്നത്. അപ്പൊ ഞാൻ താമസിക്കുന്നിടം പറയും, അപ്പച്ചനും അമ്മച്ചിയൊക്കെ ഒരു ആറിന്റെ തീരത്താണ് താമസം. ആറൊക്കെ പുറകില് ഭയങ്കര കൃഷിയൊക്കെ കണ്ടങ്ങവും ഫ്രണ്ടില് വലിയ ആറുമായിരുന്നു. ഞാൻ അവർ എപ്പോഴും എൻ്റെ എല്ലാ സമയങ്ങളും ഞാൻ അവിടെയാ. അങ്ങനെ ഞാൻ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ ആരുമില്ല, എൻ്റെ ആന്റി മാത്രം ഉള്ളായിരുന്നു. അപ്പൊ എൻ്റെ മമ്മി എൻ്റെ അടുത്ത് വന്ന്, അന്നൊക്കെ ഞങ്ങക്ക് പശുവൊക്കെ ഉള്ളപ്പോ പുല്ലൊക്കെ ചെത്താൻ വന്നത്. മമ്മി വന്ന് പുല്ല് കയറ്റി വള്ളത്തേൽ അക്കരെ കയറി അങ്ങ് പോയി. ഞാൻ മമ്മി പോകുന്ന നോക്കി നിന്നിട്ട് ഓടിയ സമയത്ത് ഈ ആറിന്റെ കല്ലുവേരി ഉണ്ടല്ലോ, അതിൽ കൂടെ ഇങ്ങനെ ഓടി ഞാൻ വെള്ളത്തിലേക്ക് അങ്ങ് പോയി. വെള്ളത്തിൽ പോയെങ്കിൽ ആരും അറിഞ്ഞില്ല, മമ്മി അങ്ങ് പോവുകയും ചെയ്തു, ഒരു മനുഷ്യനും കണ്ടില്ല. അങ്ങനെ ഞാൻ ഒരുപാട് വെള്ളം കുടിച്ചു താണ് പോകുന്ന സമയത്ത് അതുവഴി 2-3 സ്ത്രീകൾ അമ്മമാരിങ്ങനെ ജോലി കഴിഞ്ഞ് വരുമായിരുന്നു. അവര് നോക്കുമ്പോ ഒരു കുട്ടി ഇങ്ങനെ താണു പോകുന്നു കാണുന്നു. പെട്ടെന്ന് അവര് രക്ഷിക്കാൻ നോക്കിയപ്പോ ഒന്നും അവിടെ ഒന്നും കാണുന്നില്ല. അവര് പിന്നെ പണ്ടൊക്കെ ഇങ്ങനെ ഓലയൊക്കെ ഇങ്ങനെ മെടയാനായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോ അതിനിടയ്ക്ക് ഒരു കമ്പ്, ഈ മടലിന്റെ ഒരു പീസ് അതുണ്ടായിരുന്നു. അപ്പൊ അതിങ്ങനെ അവരിട്ട് തരുന്നു. ഞാനിങ്ങനെ താണു പോകുന്ന ഇടയ്ക്ക് ഇതേ പിടിച്ചെന്നാ അവര് പറയുന്നത്. അങ്ങനെയാ എന്നെ ഏറ്റവും താണു കിടക്കുന്നിടത്തു നിന്ന് ഇങ്ങനെ ഇത് തന്നപ്പോ ഞാൻ അത് പിടിച്ചെന്ന് അവര് പറയുന്നൊന്നുമില്ല, ഞാൻ കേൾക്കുന്നുമില്ല. പക്ഷെ ഞാൻ അത് പിടിച്ചെന്ന് അവര് പറയുന്നു. അവരങ്ങനെ വലിച്ചെടുത്ത് എന്നെ മേളിൽ കയറ്റി അങ്ങനെ അവര് വീട്ടിലേക്ക് ഓടി വന്ന് അവരോടെയൊക്കെ വിളിച്ചു വരുത്തി. ആ സമയത്ത് എൻ്റെ വെള്ളമെല്ലാം കുടിച്ച് വയറങ്ങും വല്ലാതായി. എന്നെ ആരൊക്കെയോ ആറിന്റെ തീരത്തുനിന്ന് അക്കരെ കയറ്റി അവിടെ അടുത്തുള്ള ഒരു അമ്മച്ചിയും എൻ്റെ വല്യമ്മച്ചിയും കൂടി എന്നെ എടുത്തോണ്ട് ഓടി അങ്ങ് അമ്മ മുന്നോട്ട് പോയ സമയത്ത് ആരോ പറഞ്ഞു, നിന്റെ കുഞ്ഞിങ്ങനെ വെള്ളത്തിൽ പോയി. അതൊക്കെ എങ്ങനെ സംഭവിച്ചു നടത്താം. അമ്മ പുല്ലവിടെ ഇട്ടിട്ട് അമ്മ ഓടുവല്ല പറക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് എന്നെ കോരിയെടുത്ത് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. അങ്ങനെ വെള്ളമൊക്കെ വയറ്റിൽ നിന്ന് കളഞ്ഞു.
അങ്ങനെ എന്റെ എന്നെ ബോധമൊക്കെ കെട്ടുപോയി എനിക്ക് ജീവനെല്ലാം തിരിച്ചു തന്നു. അങ്ങനെ ഒരു അനുഭവം എന്റെ ജീവിതത്തിലുണ്ട്. അന്ന് മുതല് അങ്ങനെ പിന്നെ ഞാൻ മമ്മിയുടെ അടുത്തേക്ക് അവിടുത്തെ വീട്ടിൽ നിന്നു. അവിടെ താമസിച്ചു. അങ്ങനെ എന്റെ ബാല്യകാലം, പഠനം, ഈ അപ്പോഴൊക്കെ അമ്മ എന്നോട് പറയും, നിന്നെ വെള്ളത്തിന്ന് വലിച്ചെടുത്ത മോശയാന്ന് പറയും. നീ മോശയെ പോലെ നിന്നെ വെള്ളത്തിന്ന് വലിച്ചെടുത്ത തന്നെ, നീ ജീവൻ അങ്ങനെ കിട്ടിയതുകൊണ്ട് നീ കർത്താവിനുള്ളതാന്ന് എന്നോട് പറഞ്ഞു തരും. അപ്പൊ എന്റെ മനസ്സിൽ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ആ പള്ളിയിലൊക്കെ വളരെ ഉത്തരവാദിത്തത്തോടുകൂടി എന്റെ ചെറിയ പ്രായത്തിൽ തന്നെ ആദ്യമേ സൺഡേ സ്കൂളിൽ ചെല്ലും. എല്ലാം പള്ളിയൊക്കെ തുറന്നു അടിച്ചു വാരി എല്ലാം പള്ളിയുടെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും. അങ്ങനെ ചെയ്ത് അങ്ങനെ അവിടുത്തെ മീറ്റിങ്ങുകളെല്ലാം അറ്റൻഡ് ചെയ്യും. ഉപവാസ പ്രാർത്ഥനയൊക്കെ സ്ഥിരമായിട്ട് അവിടെ ഉണ്ട്. അപ്പോഴത്തേക്കിന് ഞാൻ 9-ാം വയസ്സില് അഭിഷേകത്താൽ നിറഞ്ഞു. അഭിഷേകത്താൽ നിറഞ്ഞപ്പം എല്ലാ ശനിയാഴ്ചയും കാത്തിരിപ്പ് യോഗം, സൺഡേയില് സ്നാനമുണ്ട്. സ്നാനപ്പെടാൻ ആഗ്രഹമുള്ളവരൊക്കെ എഴുന്നേക്കാൻ പറഞ്ഞു. എഴുന്നേക്കാൻ പറഞ്ഞപ്പോ അന്ന് എനിക്ക് 9 വയസ്സേ ഉള്ളൂ. ഞാനപ്പം ചാടി എഴുന്നേറ്റു. ഏകദേശം 12 പേര് സ്നാനപ്പെടുവാനായിട്ട് ഒരുങ്ങി. അങ്ങനെ ഞാൻ വീട്ടിൽ പപ്പയോട് ചോദിക്കുന്നില്ല, മമ്മിയോട് ചോദിക്കുന്നില്ല, ആരോടും ചോദിക്കുന്നില്ല. ഞാൻ സ്നാനപ്പെടാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങള് സ്നാനത്തിന് പോയി. അത് എല്ലാവരുടെയും സ്നാനം കഴിഞ്ഞ് ഞാൻ അവിടെ തന്നെ നിൽക്കുവാ. അപ്പൊ ലാസ്റ്റ് ഞാൻ ഇറങ്ങുമ്പോ എന്നെ ആ ചർച്ചിലെ ചെറിയ മാതാക്കൾ, അയ്യോ നീ കുഞ്ഞാ, വേണ്ട വേണ്ട വെള്ളത്തിൽ ഇറങ്ങണ്ട എന്നും പറഞ്ഞ് എന്നെ പുറകോട്ട് പിടിച്ചപ്പോ പാസ്റ്റർ പറഞ്ഞു, ഇല്ല, അവളുടെ പ്രത്യാശ, അവളെ ഇറക്കിയിടാൻ. അങ്ങനെ ഞാൻ 9-ാം വയസ്സിൽ സ്നാനപ്പെട്ടു. അന്ന് മുതല് പിന്നെ സ്നാനപ്പെട്ട് കഴിഞ്ഞും പിന്നെ അഭിഷേകവും പ്രാപിച്ചു. പിന്നെ ആ ഒരു ആത്മീയ പശ്ചാത്തലത്തിൽ തന്നെ ഞാൻ വളരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ 6-ാം ക്ലാസ്സിലാണ്, 6-7 പഠിക്കുന്ന സമയം, 11 വയസ്സുള്ള സമയത്ത് ഇതുപോലെ ഒരു ഉപവാസ പ്രാർത്ഥനയില് ഒരു അപ്പച്ചൻ അവിടെ ആത്മാവില് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പം എന്റെ തലയെ വന്ന് കൈവച്ചിട്ട് പറഞ്ഞു, നീ എന്റെ ക്രൂശ് ചുമക്കണോന്ന്. എന്റെ ക്രൂശ് ചുമടാം. ഇപ്പൊ അതെനിക്ക് എത്രത്തോളം വലുതായിട്ട് അറിയത്തില്ല, എന്നാലും എനിക്ക് പിടി കിട്ടി. ഏതേലും ഉപദേശിയുടെ വൈഫാകാനാ എന്നോട് പറഞ്ഞെന്നുള്ള ഒരു ചിന്ത എനിക്കുണ്ടായി. പിന്നെ അന്ന് മുതൽ ഞാൻ അങ്ങനെ എന്റെ മനസ്സിൽ ഒരു സുവിശേഷ വേല ചെയ്യണമെന്നുള്ള തീരുമാനം ഏറ്റെടുത്തു. അങ്ങനെ ഞാൻ പഠിച്ചു. 10th പാസ്സായി. പിന്നെ +2 പോയി. അത് +2 കഴിഞ്ഞ് എന്റെ പപ്പ പല കോഴ്സുകൾ എന്നെ പഠിപ്പിക്കാനായിട്ട് വിട്ടു, ജോലിക്ക് വേണ്ടി. അപ്പൊ നഴ്സിങ്ങിന് വിട്ടു. അവിടെ ഒരു 6 മാസമായപ്പോഴും എന്റെ മനസ്സിൽ, കർത്താവേ, ഞാൻ ജോലി ചെയ്യത്തില്ല, എനിക്ക് സുവിശേഷ വേലയാ, ഇതാണ് എന്റെ മനസ്സിൽ. അതിനുശേഷം പപ്പ ഇവിടെ കൊണ്ടുവന്ന് എന്നെ പല നഴ്സിംഗ് TTC പഠിപ്പിക്കാം. അവിടെ ഞാൻ ഒരു 3 മാസം പോയി TTCക്ക്. എന്റെ മനസ്സ് മുഴുവൻ, അയ്യോ ഇതൊന്നും പഠിക്കണ്ട, സുവിശേഷ വേല മതി, ഞാൻ വചനം പഠിക്കും, വചനത്തില് ഇങ്ങനെയുള്ള ഒരു ചിന്ത മാത്രമേ എനിക്കുള്ളൂ. അങ്ങനെ എന്റെ പഠനമൊക്കെ പൂർത്തിയായി. പല കോഴ്സുകളിൽ ഞാൻ അഡ്മിഷൻ എടുക്കും, കുറച്ച് നാൾ പോകും, പിന്നെ തിരിച്ചു വരും, പോകത്തില്ല. അങ്ങനെ പിന്നെയും ഇപ്പൊ ഞാൻ പഠിച്ചപ്പം 4th ഗ്രൂപ്പ് ആയിരുന്നോണ്ട് എനിക്ക് അവിടെ അടുത്തൊരു കമ്പനിയില് അക്കൗണ്ടന്റ് ആയിട്ട് എനിക്കൊരു ജോലി കിട്ടി. അങ്ങനെ ഞാൻ 4 വർഷം അവിടെ ജോലി ചെയ്തു. ജോലി ചെയ്തിരിക്കുന്ന സമയത്ത് അനേക വിവാഹാലോചനകൾ വന്നു. അപ്പൊ അതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം വിട്ടുപോയത്. അപ്പൊ ഞാൻ ആ വെള്ളത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് പിന്നെയും മമ്മിയുടെ പപ്പച്ചന്റെ ഒക്കെ വീട്ടിൽ തന്നെയായി. അവിടെ തന്നെ ഞാൻ വെള്ളത്തിലൊക്കെ നീന്തലൊക്കെ പഠിച്ചു. എന്റെ ഒരു 7-ാം ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന സമയത്ത് ആ വെള്ളത്തിൽ പോയ സ്ഥലത്ത് തന്നെ ഞങ്ങളെ സ്കൂളിൽ നിന്ന് ഞങ്ങളെ പിള്ളേരെ എല്ലാം കൊണ്ടുവന്നു, നീന്തൽ മത്സരം നടത്തി. അവിടെ ഞാൻ ഫസ്റ്റ് മേടിച്ചു. ഞാൻ മരിച്ചു പോകേണ്ട സ്ഥാനത്ത് തന്നെ. ശത്രു എന്നെ അവിടെ ഒതുക്കിക്കളയാൻ നോക്കിയെടുത്തുനിന്ന് ദൈവം എന്നെ പിന്നെയും പുറത്ത് കൊണ്ടുവന്നു. അങ്ങനെ ദൈവത്തിന്റെ കൃപയാല അവിടെ ഞാൻ അങ്ങനെ ഫസ്റ്റ്. അതിനൊക്കെ ശേഷമാണ് പിന്നെ വിവാഹാലോചനകൾ ഓരോന്നായിട്ട് വരാൻ തുടങ്ങി. എന്റെ ചേച്ചിയുടെ കല്യാണം പെട്ടെന്ന് 19 വയസ്സിൽ തന്നെ കല്യാണമൊക്കെ നടന്നു. അവളൊരു സുവിശേഷ വേലയാണ്, ഒരു പാസ്റ്ററെയാണ് വിവാഹം കഴിച്ചത്. ഒരു പുനലൂര് സുവിശേഷ വേല ചെയ്യുന്നു.
ഞാനും അങ്ങനെ പാസ്റ്ററെ മതി 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 പല ആലോചന വന്നിട്ട് എനിക്ക് അതിനോടൊന്നും യോജിക്കാൻ പറ്റിയില്ല. അപ്പോ എന്റെ പലരും അവിടെ നോർത്തിൽ വേല ചെയ്യുന്നു. എന്റെ റിലേറ്റീവ് പലരും ഡൽഹിയിലൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ വന്ന് സാക്ഷ്യം പറയുമ്പോ ഈ ബൈബിൾ എടുത്തത് കൊണ്ട് ഞങ്ങൾ ലജ്ജിക്കുന്നില്ല എന്നുള്ള ഓരോ ഇത് പറയും. ബൈബിൾ അങ്ങനെ കാണുമ്പോൾ എല്ലാം എന്റെ മനസ്സിലേക്ക് എനിക്ക് നോർത്ത് ഇന്ത്യ തന്നെ മതി, നോർത്ത് ഇന്ത്യയെ സുവിശേഷ വേല ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. പല ആലോചനകൾ വന്നു, അതെല്ലാം ഞാൻ മാറ്റി മാറ്റി വിട്ടു. അങ്ങനെ അപ്പൊ എനിക്ക് അവിടെ എന്റെ ചർച്ചിനടുത്ത് ഒരു ആന്റി ഉണ്ട്. ആ ആന്റി നല്ലതായിട്ട്, ആന്റി എന്ന് പറഞ്ഞ സാറാഫായി ആന്റി, തിരുവനന്തപുരത്തുള്ളതാ. സാറാഫായി ആന്റി എന്നാണ് പേര്, സാറാഫായി. അപ്പൊ ആന്റിയുടെ അടുത്ത് ഞാൻ എപ്പോഴും പോകുമ്പോൾ ആന്റി എനിക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് ദൈവാലോചനകൾ എന്നോട് പറയും. നിന്റെ അപ്പൊ ഞാൻ എന്നും ഏത് ആലോചന വന്നാലും അമ്മമ്മേ ആന്റി എനിക്ക് ഇന്നൊരു ആലോചന വന്ന പ്രാർത്ഥിച്ചു, ഇത് ദൈവഹിതല്ല, ഇങ്ങനെ എന്നോട് പറയും. അങ്ങനെ എന്റെ വിവാഹം അങ്ങനെ നോർത്ത് ഇന്ത്യയിലുള്ള ആള് വന്ന് നടക്കൂന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ അച്ചാച്ചന്റെ വീട്ടുകാര് ആലോചനയായിട്ട് വന്നു. അങ്ങനെ ആ കല്യാണം ഉറയ്ക്കുകയും ഞങ്ങളുടെ വിവാഹമൊക്കെ 98 നടക്കുന്നു. 98 വിവാഹം നടന്നു. നോർത്ത് ഇന്ത്യയിലായിരുന്നു, പാസ്റ്റർ നോർത്ത് ഇന്ത്യയിലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അല്ല, PM അപ്പച്ചന്റെ ഒക്കെ കൂടെയായിരുന്നു. ഗോങ്കാരപ്പൂരിൽ നിന്നാണ് അവിടെ വരുന്നത്. ഇവിടെ അദ്ദേഹം 2 വർഷത്തോളം അവിടെ മിനിസ്ട്രി ചെയ്തു. അങ്ങനെ അവിടെ ആയിരുന്നപ്പോൾ ഒരു സ്കൂളൊക്കെ അവിടെ ആരംഭിക്കുവാൻ അദ്ദേഹത്തിന് ദൈവം സഹായിച്ചു. അപ്പൊ അവിടുത്തെ ഗവൺമെന്റ് അവിടെ പല പ്രശ്നങ്ങൾ നടക്കുന്ന സമയമായിരുന്നു. അപ്പൊ അവര് ഈ മിഷണറിമാർ അടുത്ത് വന്നിട്ട് പറഞ്ഞ് ഞങ്ങളുടെ ഇവിടുത്തെ സ്കൂളുകളെല്ലാം കത്തിച്ച് പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അപ്പം ഭൂട്ടാന്റെ ഇടയ്ക്കങ്ങണ്ട. അപ്പൊ അങ്ങനെ ഈ 2 സ്ഥലത്തെ ആൾക്കാർ പറഞ്ഞു, നിങ്ങൾ മിഷണറിമാരല്ലേ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയരുതോ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ഒന്ന് നോക്കാമോ, അതിന് ഒരു സ്കൂൾ ആരംഭിക്കാവോ എന്ന് ചോദിച്ച്. അങ്ങനെ ആദ്യം കേട്ട് അത് കഴിഞ്ഞ് രണ്ടാമത് എന്നാ ചെയ്യാന്നുള്ളതിന് ഇപ്പൊ അവിടെ ഒരു ചെറിയ അംഗൻവാടി ഒരു ചെറിയ റൂം കിട്ടി. അപ്പൊ അവിടെ അവര് ഭക്ഷണം, അംഗൻവാടിയിൽ ഒരു സ്ത്രീ ഉണ്ട്, ഗവൺമെന്റിന്റെയാണ്. അപ്പൊ ഗവൺമെന്റ് അംഗൻവാടിയിൽ പിള്ളേർക്ക് ഫുഡ് അവര് കൊടുത്തിട്ട് പോകും. പിന്നെ അച്ഛനൊക്കെ അവിടെ പഠിപ്പിക്കും. കൂടെ ഒരു ആളൂടെ ഉണ്ടായിരുന്നു. 2 പേരും അവിടെ നിന്നു, എല്ലാം പഠിപ്പിച്ച്. അങ്ങനെ കുറെ നാള് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പൊ ആ ഗവൺമെന്റ് പറഞ്ഞു, നിങ്ങൾക്ക് 2 ഏക്കർ സ്ഥലം നിങ്ങളുടെ പേരിൽ എഴുതി തരാം. അപ്പൊ അങ്ങനെ അതിനുള്ള വഴികളെല്ലാം ഒരുങ്ങി. അപ്പം ഒറ്റയ്ക്കാകാൻ പറ്റത്തില്ലല്ലോ, കൊണ്ട് നാട്ടിൽ വന്നാണ് ഞങ്ങളുടെ കഴിഞ്ഞ വിവാഹാലോചന വരുന്നതും കല്യാണമൊക്കെ നടക്കുന്നു. കല്യാണം എല്ലാം നടന്നു എങ്കിലും കല്യാണം കഴിച്ച നല്ലൊരു ഫാമിലിയിലാണ് എന്നെ വിവാഹം കഴിച്ചു വിട്ടത്. അപ്പൊ അവിടെ അച്ഛനും അമ്മയെന്ന് പറയുന്നത് എന്റെ വല്യപ്പച്ചനും വല്യമ്മച്ചിയുടെ പ്രായമൊക്കെ ഉണ്ട്. അവിടുത്തെ ഏറ്റവും ഇളയ മോനെ എന്നെ കല്യാണം കഴിച്ചത്. അപ്പൊ അത്രയും 7 ചേട്ടന്മാരും ഒരു പെങ്ങളും ഒരു സഹോദരിയും ഉണ്ട്. അവരും ഉണ്ട്. അപ്പൊ 8ാമത്തെ ആളാ വിവാഹം കഴിച്ചതോടുകൂടി ഞങ്ങൾക്ക് ഒത്തിരി സ്ഥലം ഉള്ളവരാ. അപ്പൊ അവരെല്ലാരും ഓരോരോ സ്ഥലത്ത് വീടൊക്കെ വെച്ച് ഞങ്ങള് തറവാട്ടിൽ. ഇപ്പൊ ഈ ചാച്ചനെ അമ്മേനെയും നോക്കാന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമായി. അപ്പൊ അവരെല്ലാം മനഃപൂർവ്വം മാറി എന്ന് വേണം പറയാൻ. അപ്പൊ ഞങ്ങളെ പുറത്തോട്ട് വിടാത്ത രീതിയിൽ അവിടെ ആക്കി. അപ്പം ഒരു ദിവസം ചാച്ചൻ എന്നോട് പറഞ്ഞു, മോനെ നിങ്ങള് ഞങ്ങളെ ഇട്ടിട്ട് പോകരുത് എന്ന് പറഞ്ഞു. അപ്പം അമ്മയുണ്ട്, അച്ഛനും ഉണ്ട്. പറഞ്ഞ ഞങ്ങളെ ഇട്ടിട്ട് പോകരുത്, ഞങ്ങളെ നോക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കറിയത്തില്ല. ഞാൻ അച്ഛനോട് പറഞ്ഞു, അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകണ്ട, നമുക്ക് ഇപ്പം പോകണ്ട, നമുക്ക് അവരെ നോക്കണോന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ 15 കൊല്ലം കേരളത്തിൽ തന്നെ നിൽക്കേണ്ടി വന്നു. കേരളത്തിൽ നിൽക്കുന്ന സമയത്തും ഞങ്ങൾ അവിടെ 1-2 ചർച്ചുകളില് 5 വർഷം ഒരു സ്ഥലത്ത്, 5 വർഷം വേറൊരു സ്ഥലത്ത്, 10 വർഷം ഒരിടത്ത്, അങ്ങനെ 15 വർഷം അവിടെ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരുന്നു. സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പിന്നെ കുട്ടികളൊക്കെ ഉണ്ടായി. എനിക്ക് 3 പെൺകുഞ്ഞുങ്ങളാണ്. 3 കുഞ്ഞുങ്ങള്.
ആയിരുന്നു. അവര് വളർന്നു. അവരെ സ്കൂളിലേക്ക് അയക്കേണ്ട സമയമായി. അങ്ങനെ ഓരോരുത്തരെ സ്കൂളിലേക്ക് അയച്ചു. അവിടെ കടുത്തുരുത്തി SKPS എന്ന് പറഞ്ഞൊരു സ്കൂളാ, ഇംഗ്ലീഷ് മീഡിയം സ്കൂള്. കാരണം അന്ന് നമ്മൾക്ക് സ്കൂളിൽ അത് വിടാൻ, ഇംഗ്ലീഷ് മീഡിയത്തിൽ വിടാനുള്ള സാഹചര്യങ്ങളൊന്നും അന്നില്ല. എങ്കിൽ തന്നെ ഞങ്ങളുടെ വിഷൻ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് നോർത്തിൽ പോകുമ്പം എന്റെ കുഞ്ഞുങ്ങൾക്ക് അവിടെ ഭാഷയുടെ ബുദ്ധിമുട്ടുണ്ടാകരുത്. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെ അവരെ പഠിപ്പിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. അങ്ങനെ അവിടെ ആദ്യം ചെറിയ ചെറിയ ക്ലാസ്സുകളൊക്കെ ബുദ്ധിമുട്ടില്ലാതെ പോയി. പിന്നീട് വലിയ വലിയ ക്ലാസ്സിലേക്ക് ആയപ്പോഴത്തേക്കിങ്ങനെ ബുദ്ധിമുട്ടുകളായി, പഠിപ്പിക്കുവാൻ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു, ഒത്തിരി. അപ്പൊ ഞാൻ യാദൃശ്യമായിട്ട് PTA മീറ്റിങ്ങിന് ഞാൻ ചെല്ലുമ്പോൾ, ഞാൻ അവിടെ ചെന്ന് ആദ്യമേ അവിടുത്തെ അച്ഛനോട് സംസാരിച്ച, അച്ഛ, നിങ്ങളിങ്ങനെ നോർത്തിലേക്ക് പോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. എന്റെ കുഞ്ഞുങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണം, അവർക്ക് അവിടെ ചെല്ലുമ്പോൾ ഭാഷയുടെ ബുദ്ധിമുട്ടുണ്ടാകരുത്. എനിക്ക് അപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞു, ഫീസൊക്കെ ഇളവ് കിട്ടും അവിടെ ചെന്ന് സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഇങ്ങനെ, ഇത്രയും ഫീസ് തരാനൊന്നും നമ്മുടെ കയ്യില് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് എനിക്ക് എന്റെ കൊച്ചുങ്ങൾ ഹാഫ് ആക്കി തരാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, ശരി, നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഹാഫ് ഫീസ് തന്നാ മതി. എന്നാ ഇങ്ങനെ പറഞ്ഞെങ്കിലും ഈ അച്ഛന് ഞങ്ങൾ രണ്ടുകൂടെ ചെന്നപ്പോ അച്ഛന് മനസ്സിലായി, ഈ ഞങ്ങളെ പിടികിട്ടി. അത് കഴിഞ്ഞ ഒരു ദിവസം അച്ഛൻ എന്നോട് ഇങ്ങനെ ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പം പറഞ്ഞു, എന്റെ കൂടെ പഠിച്ച ആളാണല്ലോ അതെന്ന് അച്ഛൻ പറഞ്ഞു എന്നോട്. അപ്പൊ ഞാൻ അവിടെ വിളിച്ച അച്ഛന്റെ ഫുൾ നെയിം, ഇന്നടത്താണോ പഠിച്ചതെന്നൊക്കെ ചോദിച്ചപ്പോ പറഞ്ഞ് അച്ഛൻ നേരത്തെ പിടികിട്ടി ഇതെന്റെ കൂട്ടുകാരനാന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഒത്തിരി കൺസെഷൻ വന്നു. അങ്ങനെ ഞാൻ കുഞ്ഞുങ്ങളെ അവിടെ ലാസ്റ്റ് ഇയർ ഇപ്പൊ അച്ഛൻ ജർമ്മനിക്ക് പോയി. പിന്നത്തെ അച്ഛനുമായിട്ട് സംസാരിക്കാനൊന്നും പറ്റിയില്ല, ഫീസ് എല്ലാം ഒത്തിരിയായി. ലാസ്റ്റ് കുഞ്ഞുങ്ങൾ 7ാം ക്ലാസ് പാസ്സായപ്പം 3 പേർ കൂടെ 45,000 അടയ്ക്കണം. അത്രയും പൈസ നമ്മുടെ കയ്യിലില്ല. ഒരു വർഷത്തെ ഫീസൊന്നും കൊടുക്കാൻ പറ്റാതെ ഞങ്ങള് ഇങ്ങോട്ട് പോകാനുള്ള കാര്യങ്ങൾ, ഒരു ടിക്കറ്റ് മാത്രം ഞങ്ങൾ ഇങ്ങനെ എടുത്തു. അതൊക്കെ ഒത്തിരി മുഖാന്തരങ്ങളുണ്ട് കേട്ടോ, അതൊക്കെ പറയാം. അപ്പൊ ഞാൻ ഇങ്ങനെ അച്ഛന്റെ അടുത്ത് ചെന്നിങ്ങനെ ഈ രണ്ടാമത്തെ മറ്റേ മാനേജർ ഒരു ഫാദർ ഉണ്ടായിരുന്നു. ഫാദറിന്റെ അടുത്ത്, മറ്റേ ഫാദർ ജർമ്മനിക്ക് പോയി. ടോമി ഫാദറിന്റെ അടുത്ത് എന്ന് പറഞ്ഞു, ഫാദർ ഇന്ന പോലെയാണ്, അപ്പൊ നിങ്ങൾ എന്താ നേരത്തെ അറിയിക്കാഞ്ഞേ, ഇത്രയും പൈസ എന്താ അടയ്ക്കാഞ്ഞേ, അങ്ങനെയൊക്കെ എന്നെ ഒത്തിരി വഴക്കൊക്കെ പറഞ്ഞു. എനിക്കും അറിയത്തില്ല, ഞാൻ ആ സ്കൂളിന്റെ സ്റ്റെപ്പ് അങ്ങ് മാറി നിന്ന് ഞാൻ ദൈവത്തോടങ്ങ് ഒത്തിരി കരഞ്ഞ്, ദൈവമേ ഞാൻ എന്നാ ചെയ്യും, എനിക്ക് TC വേണം, ഞങ്ങൾക്ക് ഇന്ന പോലെ പോകണം. അപ്പൊ ഞാൻ അങ്ങ് വളരെ, പക്ഷെ ഇതൊന്നും അച്ഛൻ കണ്ടില്ല കേട്ടോ. കുറച്ചേരം കഴിഞ്ഞപ്പോ അച്ഛൻ എന്നെ വിളിപ്പിച്ചു കഴിഞ്ഞ് കയറി വരാൻ പറഞ്ഞ്, പിന്നെ നിങ്ങൾ എന്നാ പ്ലാൻ എല്ലാം ചോദിച്ചു. അച്ഛൻ, ഞാൻ ഇന്ന പോലെ ജമ്മു കാശ്മീരിനെ പോകാൻ ഞങ്ങൾ കുഞ്ഞുങ്ങളുമായിട്ട് പോകണം. പിന്നെ അച്ഛൻ അവിടുത്തെ ഓഫീസിലെ ഒരു സ്റ്റാഫിനെ വിളിച്ചു പറഞ്ഞു, ഇവൾക്ക് TCയും കാര്യങ്ങളെല്ലാം കൊടുത്തു, പൈസ മേടിക്കണമെന്ന്. അങ്ങനെ 45,000 രൂപ എനിക്ക് അവിടുന്ന് കൺസെഷൻ കിട്ടി. ദൈവത്തിന്റെ വലിയ കൃപ. എനിക്കപ്പൊ ഞാൻ ഒരുപാട് ദിവസങ്ങളിൽ അപ്പൊ അങ്ങ് കരഞ്ഞു, കർത്താവ് ചെയ്ത ഉപകാരത്തെ ഓർത്ത്. അവിടുന്ന് ഞങ്ങള് പിന്നെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം ആയിട്ട്, അപ്പൊ ഞങ്ങളിങ്ങനെ ജമ്മു കാശ്മീർ തിരഞ്ഞെടുക്കുന്ന പറഞ്ഞാൽ, നേരത്തെ ജമ്മു കാശ്മീർ ഉധംപൂർ 3 മാസം ഉണ്ടായിരുന്നല്ലോ. പിന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തുണ്ട്, അദ്ദേഹം ഇവിടെയാണ്. അപ്പൊ ഒരു ദിവസം ഞാൻ അവിടെ ഇരിക്കുമ്പോൾ എന്റെ സുഹൃത്തിന്റെ ഫോൺ വന്നപ്പോ ഞാനാ എടുത്തത്. അപ്പൊ ഞാൻ ഇന്ന ആളാന്ന് മനസ്സിലായപ്പോ ഞാൻ പറഞ്ഞു, പ്രൈസ് ലോർഡ് പാസ്റ്ററെ, ഞങ്ങൾ അങ്ങ് വരുവാ എന്ന് പറഞ്ഞു. ചുമ്മാ ഞങ്ങൾ അങ്ങ് വരുവാ. അതിനെന്നാ, മോസ്റ്റ് വെൽക്കം, അങ്ങോട്ട് പോരാൻ പറഞ്ഞു. ഞങ്ങൾ കൈവിട്ടുള്ള ഒരു വരവാ കേട്ടോ. അതൊന്നും കുഴപ്പമില്ല, നിങ്ങളേക്ക് വന്നാ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ സുഹൃത്തിന് ഇവിടെ ഒരു നല്ല സ്കൂളുണ്ട്, നല്ലൊരു സ്കൂളുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ, അപ്പം അച്ചാച്ചൻ വന്നു കഴിഞ്ഞ് ഈ
പാസ്റ്ററെ വിളിച്ചു, സുഹൃത്തിനെ വിളിച്ചു. ഞങ്ങൾ ഇങ്ങനെ ഇന്ന പോലെയാ കാര്യങ്ങള്, ഞങ്ങൾക്ക് അങ്ങനെ ജമ്മുവിൽ വരണ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആ 3 കണ്ടീഷൻ പറഞ്ഞു. നീ എന്റെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം സ്കൂള് അവിടെ പഠിപ്പിക്കണം, ഞങ്ങൾക്ക് ഒരു വീട് എടുത്തു തരണം, ഒരു സിം തരണം, സിം എടുത്തു വെക്കണം. ഇത്രയും മാത്രം പറഞ്ഞു. 3 മാസത്തിന് മുമ്പാ ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾ പിന്നെ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് എടുത്തെങ്കിലും ഞങ്ങൾ ഒരു മനുഷ്യരോട് ഇങ്ങനെ ഒരു കാര്യം പറയുന്നില്ല. ഞങ്ങൾ ജമ്മുവിന് പോകുവാന്ന്. കാശ്മീർ കേൾക്കുമ്പോൾ എല്ലാവർക്കും പേടി, ആരോടും പറയുന്നില്ല. പോകാൻ ഒരു 10 ദിവസം മുമ്പായപ്പോ ഞങ്ങൾ ഒരു 7 ദിവസത്തെ ഫാസ്റ്റിംഗ് ഇരുന്നപ്പം വന്ന ഒരു പാസ്റ്റർ ഇത് മുഴുവൻ ഞങ്ങളോട് പറയുക, ഞങ്ങളുടെ ഹൃദയത്തിലെ കാര്യം, നിങ്ങളെ ഞാൻ ഇന്നെടുത്തേക്ക് പഞ്ചാബിനും കാശ്മീരിനും ഇടയ്ക്കുള്ള ഒരു സ്ഥലത്തേക്ക് നിങ്ങളെ ഞാൻ അയക്കുക. അവിടുത്തെ അടയാളം എന്ന് പറയുന്നത് ഇങ്ങനെ ഭൂമിക്കടിയിൽ ഇങ്ങനെ ഒരാൾക്ക് മാത്രം ഇറങ്ങാൻ പോകുന്ന ഒരു ചെറിയ വീട് ഇതിനകത്തുണ്ട്, ബങ്കർ എന്ന് പറയും. അപ്പൊ ഇതാണ് ഞങ്ങൾക്ക് തന്ന ഒരടയാളം. ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് ഞാൻ ഇനി അയക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ എല്ലാരോടും പറഞ്ഞു, ഞങ്ങൾ ഇന്ന ദിവസം ഇന്ന പോലെ പോകും. അപ്പൊ ഞങ്ങൾക്ക് ചേട്ടന്മാരൊക്കെ എല്ലാരും ഉണ്ട്. അപ്പൊ അതില് 3-മത്തെ ചേട്ടൻ പറഞ്ഞ്, നിങ്ങൾ 2 പോക്കോ, പിള്ളേരെ കൊണ്ടുപോകണ്ടാന്ന് പറഞ്ഞു. ഞങ്ങൾ പിള്ളേരെ നോക്കിക്കോളാന്ന് പറഞ്ഞു. ഞങ്ങളൊന്നും പറഞ്ഞില്ല, ചിരിച്ചു. ഞങ്ങൾ അതിനുശേഷം മെയ് 3-ാം തീയതിയിലേക്ക് ടിക്കറ്റ് എടുത്തായിരുന്നു. മെയ് 3-ന് അവിടുന്ന് യാത്ര തിരിച്ച് അപ്പൊ ആ സമയത്താണ് ആ ദേശത്ത് ഒരു കൺവെൻഷൻ നടക്കുക. കൺവെൻഷൻ നടക്കുമ്പോഴത്തേക്കിന് ഞങ്ങൾ അവിടെ പോയി. ഞങ്ങൾ ഇങ്ങനെ പോകുവാന്ന് എല്ലാവരും മറ്റുമൊക്കെ അറിഞ്ഞു. അപ്പൊ ആ പ്രസംഗിച്ചത് അന്ന് എബി എബ്രഹാം പാസ്റ്റർ ഞങ്ങളെ സ്റ്റേജിലേക്ക് വിളിച്ച്, ഇവിടുന്ന് ഒരു ഫാമിലി നോർത്ത് ഇന്ത്യക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ച് ആ സ്റ്റേജിൽ കയറ്റി. അന്നുണ്ടായിരുന്ന മീറ്റിങ്ങിനുണ്ടായിരുന്ന എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നിങ്ങൾ കരം അവരുടെ നേരെ നീട്ടാൻ പറഞ്ഞു. അങ്ങനെ അവരെല്ലാം കരം നീട്ടി. അങ്ങനെ ആ ദേശം ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങളെ അങ്ങനെ ഒരു വലിയ ശുശ്രൂഷ ഞങ്ങൾക്ക് അവിടെ കിട്ടുവാനിടയായി. ഞങ്ങൾ അവിടെ നിന്ന് തിരിക്കുന്നത്. അങ്ങനെ 3-ാം തീയതി ഞങ്ങൾ അവിടുന്ന് പോരുന്നു. മെയ് മാസം 3-ാം തീയതി പോരുന്നു. 6-ാം തീയതി ഇവിടെ എത്തുന്നു. ഇവിടെ വന്നു. ഞങ്ങളുടെ സുഹൃത്തിന്റെ ഭവനത്തിലേക്ക് വന്ന് ഞങ്ങളെ കൊണ്ടുപോയി അവിടെ താമസിച്ചു. അവിടെ 5 മാസത്തോളം ഞങ്ങൾ അവിടെ താമസിച്ചു. അപ്പോൾ കുട്ടികൾക്ക് അഡ്മിഷൻ അവിടെ കിട്ടി. എന്നാൽ ഞങ്ങൾക്ക് വീട്, ഒരു സിമ്മോ 1 മാസത്തേക്ക് ഞങ്ങളുടെ കയ്യിലില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പം വളരെ കൺജസ്റ്റഡ് ആയിരുന്നു ഞങ്ങൾക്ക് താമസിക്കാൻ. 2 റൂമും ഒരു ചെറിയ കിച്ചനും. ഇത് പിള്ളേരെ ഒത്തിരി വേദനയായി. നമ്മളവിടെ വലിയ കുഴപ്പമില്ലാത്ത ഒരു വീടായിരുന്നു, ഇത് തറവാടായിരുന്നു. അപ്പൊ പിള്ളേർക്ക് ഓടിക്കളിക്കാൻ അവിടെ സ്ഥലമുണ്ടോ, എല്ലാം ഉണ്ട്. ഇത് കുഞ്ഞുങ്ങൾക്ക് തിരിഞ്ഞു മാറാനായിട്ട് ഇടയില്ലാത്തൊരിതാണ്. അപ്പൊ അവരൊത്തിരി വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അമ്മ കാരണമാ. അന്ന് കുഞ്ഞുങ്ങളല്ലേ, അവർ 7-ാം ക്ലാസ്സിലും 7-ന്ന് ജയിച്ചു. ഒരാള് 6-ന് 7-ായി. അങ്ങനെ 1 വയസ്സിന് വ്യത്യാസമുള്ളൂ. മൂത്ത 2 പേര് 1.5 വയസ്സിന് വ്യത്യാസം. അപ്പൊ അങ്ങനെ അവരുടെ പഠനവും. അപ്പൊ അങ്ങനെ അത് പിന്നെ ചെറിയ മോള് 3-ന്ന് 4-ലോട്ട് ജയിച്ചു. നിസിമോളാണ് എൻ്റെ ഇളയത്. 4-ന്ന് 5-ലോട്ട് ജയിച്ചു. അങ്ങനെയാ ഞങ്ങൾ വരുന്നത്. അപ്പൊ കുഞ്ഞുങ്ങൾ എന്നോട് മമ്മി കാരണം ഇങ്ങോട്ട് ഇങ്ങനെ വന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. ഞാനിക്കൊക്കെ ഭയങ്കര സങ്കടം തോന്നാൻ തുടങ്ങും. ഞാൻ അന്ന് മുതൽ നിലവിളിച്ച് കരയാൻ തുടങ്ങി. കരഞ്ഞ് പ്രാർത്ഥിക്കും, കർത്താവേ ഞങ്ങൾക്കൊരു ഭവനം നീ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾക്കൊരു ഭവനം വേണം. അങ്ങനെ 5 മാസം കഴിഞ്ഞപ്പോൾ ഒരു ഭവനം ഞങ്ങൾക്ക് വേണ്ടി വേർതിരിച്ചു. ഞങ്ങൾ അവിടുന്ന് സന്തോഷത്തോടെ ഞങ്ങളെ ഇവിടെ കൊണ്ടാക്കി. ഇപ്പൊ താമസിക്കുന്ന വീടിന്റെ അടുത്തൊരു സ്ഥലത്ത് തന്നെയായിരുന്നു ഞങ്ങൾക്ക് വീട് കിട്ടി. അവിടെ ഞങ്ങള് വന്ന അന്ന് മുതല് ഞങ്ങള് മീറ്റിങ്ങുകൾ ആരംഭിക്കാൻ തുടങ്ങി. അന്ന് ഞങ്ങൾ കൊണ്ടാക്കാനായിട്ട് വരുമ്പം ഞങ്ങളുടെ സുഹൃത്തും അവരുടെ ഫാമിലിയും 3 കുഞ്ഞുങ്ങള്, പിന്നെ അവരുടെ സ്റ്റാഫ് 2 പേര്, വൈഫ്, അവരുടെ കുഞ്ഞുങ്ങൾ, അങ്ങനെ ഒരു 10-20 പേരുണ്ട്. 10-20 പേര് ഒന്നിച്ച് വന്നു. ഈ ഞങ്ങളുടെ വീടെടുത്ത് അവിടെ ഒരു പ്രെയർ നടത്തി. രാത്രിയിൽ ഒരു പ്രെയർ നടത്തിയപ്പം ആദ്യമായിട്ടാണ് ഒരു ഗ്രാമത്തിന്റെ നടുക്ക ഒരു വീട് കിട്ടിയത്. ആ വീടിന്റെ 4 ചുറ്റും ആൾക്കാർ ഞങ്ങളുടെ വീടിന് ചുറ്റും നിൽക്കുക. ഞങ്ങൾ ആദ്യം പേടിച്ചു പോയി, എന്താ വല്ലോ പ്രശ്നമാണോ
ഞങ്ങളപ്പം ഒരാരോ ഇറങ്ങി ഹിന്ദി അറിയുന്ന ചെന്നു, എന്താ ഇങ്ങോട്ട് വാ, കേറി വാ, ഇവിടെ ഞങ്ങൾ ക്രിസ്ത്യൻ പൂജ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണുമോ, ഞങ്ങൾക്ക് അത് കാണാൻ വേണ്ടിയാ ഞങ്ങൾ വന്നേന്ന് പറഞ്ഞപ്പോ നിങ്ങൾ അകത്തേക്ക് വരാൻ പറഞ്ഞു. അകത്തേക്ക് വരാൻ പറഞ്ഞപ്പോ ആരും അങ്ങനെ വന്നില്ല, അവരങ്ങ് മാറി മാറി നിന്നു. അപ്പം പിന്നെ വാസു സ്വാമിയും കിട്ടിയവൻ പറഞ്ഞ ഈ ഇനി എന്നും ഈ പൂജ ഇവിടെ ഉണ്ട്. ഞങ്ങള് ഒരു വ്യാഴാഴ്ച ഒക്ടോബർ 2 വ്യാഴമായിരുന്നു. വ്യാഴാഴ്ച ആയിരുന്നപ്പോ എല്ലാ വ്യാഴാഴ്ച ഈ പൂജ ഇവിടെ നടക്കും, നിങ്ങളെല്ലാം വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ആ വ്യാഴാഴ്ചകളിൽ ഞങ്ങളുടെ സുഹൃത്തും മറ്റു പാസ്റ്റേഴ്സ് എല്ലാവരും കൂടെ കൂടി ഒരു 10-21 പേര് വരും. അല്ല ഞങ്ങളെല്ലാം ഒരു 10-21 പേരുണ്ട്. എന്നിട്ട് ഈ ആരാധന എല്ലാ വ്യാഴാഴ്ചയും മീറ്റിംഗ് നടത്തും. അപ്പൊ ഞങ്ങളുടെ ആ ചുറ്റുമുള്ള ആൾക്കാർ വന്നിരിക്കാൻ തുടങ്ങും. അപ്പൊ 100-150 പേര് ഇങ്ങനെ വരാൻ തുടങ്ങി. എല്ലാ ദിവസവും ഉണ്ട്, എല്ലാ ദിവസവും എല്ലാ വ്യാഴാഴ്ചയും മീറ്റിങ്ങില് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് സുവിശേഷം പറയാൻ പറ്റുന്നുണ്ട് നല്ല രീതിയിൽ. അതിങ്ങനെ ഓടി അങ്ങനെ ഒരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞങ്ങൾ അവിടെ സൺഡേ ആരാധന ആരംഭിക്കാൻ സാധിച്ചു. അങ്ങനെ കുറെ ആൾക്കാർ വരും, ഞായറാഴ്ചയും വരും. എങ്ങനെ ഒരു 80 പേരൊക്കെ കുറയാതെ ഞായറാഴ്ച ഉണ്ട്. ഈ വ്യാഴാഴ്ചയും ഞായറാഴ്ചയും നല്ല ആൾ വരും. ഞങ്ങളപ്പോ അവർക്ക് എന്നും സ്നാക്സ് കൊടുക്കണം, ചായ കൊടുക്കണം. ഇതെല്ലാം ദൈവം ആ സമയങ്ങളെല്ലാം കർത്താവ് ചെയ്തു. ഇങ്ങനെ ഞങ്ങൾ അവിടെ താമസിക്കുന്ന സമയത്ത് പിന്നീട് ഞങ്ങള് അവിടുന്ന് ആ സുഹൃത്ത് അവിടുന്ന് ഒരു വർഷം കഴിഞ്ഞപ്പോ ഞങ്ങൾ അവിടുന്ന് മാറി. പിള്ളേര് സ്കൂളിൽ നിന്ന് വേറെ സ്കൂളിലേക്ക് ചേഞ്ച് ആയി. പിന്നെ ഞങ്ങൾ തനിയെ ഒരു സ്വതന്ത്രമായിട്ട് തന്നെ മിനിസ്ട്രി ആരംഭിച്ചു. ഈ പിറ്റേ വർഷം മുതൽ ഞങ്ങൾ അവിടുത്തെ ഈ കുഞ്ഞുങ്ങളെല്ലാം, അവിടുത്തെ കുഞ്ഞുങ്ങളെല്ലാം എന്റെ കുഞ്ഞുങ്ങളും ചെറുതാണ്ട് ഇവരുമായിട്ട് കൂട്ടുകൂടി. ഈ കുഞ്ഞുങ്ങളിലൂടെ ഞങ്ങൾ എന്ത് ചെയ്യും, ആദ്യ BBS തുടങ്ങി. പിള്ളേരെല്ലാം ഞങ്ങളുടെ വീട്ടിൽ വിളിച്ചു വരുത്തി. അപ്പോൾ ഒത്തിരി പിള്ളേര് വരും. അവിടെ ഞങ്ങള് ഫിലിം പ്രദർശനമൊക്കെ നടത്തി. അങ്ങനെ ഓരോരോ പ്രോഗ്രാമുകൾ പയ്യെ ഈ ഗ്രാമത്തിൽ ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾ ഈ ആ വർഷം തന്നെ മെയ് മാസം വന്നു. ആദ്യമായിട്ട് ഞങ്ങള് എല്ലാരും കൂടെ ചേർന്ന് ജനുവരിയിൽ ഞങ്ങളുടെ ഗ്രാമത്തിൽ തന്നെ ക്രിസ്മസ് പ്രോഗ്രാം ആരംഭിച്ചു. ക്രിസ്മസിന് ഡിസംബർ 23-ാം തീയതി, 23, 24 അങ്ങനെ. അപ്പൊ 24-ാം തോന്നുന്നു, 24-ാം തീയതി ഒരു ക്രിസ്മസിന്റെ തലേദിവസം ക്രിസ്മസ് പ്രോഗ്രാം നടത്തി. അത് ഇവിടെ ഉള്ളവർക്ക് ഭയങ്കര സന്തോഷമായി. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെ ഒരു പ്രോഗ്രാമുകളൊന്നുമില്ല. സ്കൂളിലാട്ടെ ഇവിടെയുള്ള നമ്മുടെ അവിടെയൊക്കെ ഓരോ ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഇങ്ങനെ ക്രിസ്മസ് ഓണത്തിനൊക്കെ ഈ കലാപരിപാടികളൊക്കെ നടത്തും. പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നുമില്ല. ഈ ദേശത്ത് ഞങ്ങൾ ഇങ്ങനെ ചെയ്താണ് അവരുടെ ജീവിതത്തിൽ വലിയ കാര്യമായിട്ട് അവർക്ക് തോന്നി. അപ്പൊ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാരും, ഞങ്ങളുടെ പാസ്റ്റേഴ്സ്, സുഹൃത്തിന്റെ പിള്ളേർ എല്ലാരും കൂടെ പാല സ്ക്രിപ്റ്റ്, യേശുക്രിസ്തുവിന്റെ ജനനത്തെ പറ്റിയും ഉള്ള ആ കാര്യങ്ങള് ഓർഡറായിട്ട് അത് സ്ക്രിപ്റ്റ് നടത്തി. ഇങ്ങനെ പിന്നെ വേറെ പാട്ടിട്ടിട്ട് ഇവര് ഡാൻസ് പോലെ ആക്ഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്യും. ഇതൊക്കെ കണ്ടപ്പോ ഇവിടുത്തുകാർക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ ഈ ദേശത്ത് വന്നതേ സന്തോഷമായി. അപ്പൊ ഇവിടുത്തെ അന്നത്തെ മുഖ്യൻ എന്ന് പറയുന്ന ആള് ഞങ്ങൾ വിളിച്ചു പോലുമില്ല. അദ്ദേഹം അവിടെ എത്തുകയും ഞങ്ങൾക്ക് അന്ന് ലഡുവിന്റെ ഒരു പാക്കറ്റും അന്നൊരു ഗിഫ്റ്റും ഞങ്ങൾക്ക് അവിടെ ഞങ്ങൾക്ക് തന്ന് വലിയ സന്തോഷമായി. ഞങ്ങള് ക്രിസ്ത്യന്റെ ഒരു പ്രോഗ്രാം ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞങ്ങളുടെ ദേശത്ത് ഒരു ഒത്തിരി ക്രിസ്ത്യാനികളുള്ള പോലെ ഞങ്ങൾക്ക് ഫീൽ ആകുവാണ്. ഞങ്ങൾ അദ്ദേഹത്തിന് സമയം കൊടുത്തപ്പോ ഇങ്ങനെയൊക്കെ സംസാരിച്ചു. അന്ന് മുതൽ ഞങ്ങൾക്ക് യാതൊരു എതിരുകളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ അങ്ങനെ സ്കൂള് അങ്ങനെ ഞങ്ങള് ഇതിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ അവിടുന്ന് സുഹൃത്തിന്റെ സ്കൂളിൽ നിന്ന് ഞങ്ങള് ഒരു വർഷം കഴിഞ്ഞ് മാറിയ സമയത്ത് ഞങ്ങൾക്ക് അറിയത്തില്ല ഇവിടുത്തെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. കുഞ്ഞുങ്ങളെ ഇവിടെ എല്ലാ വർഷവും ഇവിടെ റീഅഡ്മിഷൻ ഉണ്ട്. അതിനെപ്പറ്റിയൊന്നും നമുക്കറിയത്തില്ല. അപ്പൊ അഡ്മിഷന് അന്ന് 3 പേരെയും കൂടെ സ്കൂളിലാക്കണം, യൂണിഫോം, പുസ്തകം എല്ലാം കൂടി. ഞങ്ങൾ എന്ത് ചെയ്തു, അവിടുന്ന് മാറിയിട്ട് സ്കൂളിൽ വിടാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. ഞങ്ങള് അവിടുന്ന് പോന്നപ്പോ ഞങ്ങള് പലരും പറഞ്ഞ് നിങ്ങൾ പൊക്കോ, ഞങ്ങള് പുറകിലുണ്ട്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം, നിങ്ങൾ പൊക്കോ. ഞങ്ങള്
സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആരോടും പറയാതെയും കൂടിയാണല്ലോ. ഞങ്ങൾ കുറച്ചു പേരോടൊക്കെ പറഞ്ഞു ഇങ്ങനെ അബ്രഹാം എങ്ങനെ കർത്താവ് ഞങ്ങളോട് പോകാൻ പറഞ്ഞു, ഞങ്ങൾ ഒരുങ്ങി എന്നുള്ളതേ ഉള്ളൂ. ഒരുങ്ങി അതുപോലെ കുറച്ച് തുണിയൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതാ. ഇവിടെ വന്ന് ആര് സഹായിക്കുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആകെ ഒരു സുഹൃത്ത് ഇവിടെ ഉണ്ട്, അത് മാത്രമേ ഞങ്ങളുടെ മനസ്സിലുള്ളൂ. എന്തായാലും അദ്ദേഹം ഞങ്ങളെ 1 വർഷത്തോളം നല്ല രീതിയിൽ, നല്ലൊരു മനുഷ്യനാണ്, നല്ല രീതിയിൽ ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്ത് തരികയൊക്കെ ചെയ്തു. അതിനുശേഷമായിട്ട് അപ്പൊ അവർക്ക് കുറെ പരിധികളുണ്ട്. ഇത് അദ്ദേഹം സുവിശേഷ വേല ചെയ്ത സമയത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഒത്തിരി ഉപദ്രവമൊക്കെ ഏറ്റിയ ആളാണ്. അപ്പൊ നമുക്കും അത്രയും ഫ്രീഡം വന്നില്ല. അപ്പൊ ഞങ്ങൾ വീട് മാറിയപ്പോ ഞങ്ങൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇടയായി. അങ്ങനെ കുട്ടികളെ മറ്റു സ്കൂളിലേക്ക് ആക്കണം. ആ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ. ഇങ്ങനെ സ്കൂളിൽ ചെന്ന് ചോദിക്കുമ്പോ അവര് പറയുന്നത് ഇത്ര രൂപ അടയ്ക്കണം സ്കൂളില്. അന്നാണ്ട് 18 രൂപയോളം 3 പേർ കൂടെ അഡ്മിഷനായിട്ട് മാത്രം കൊടുക്കണം. അഡ്മിഷൻ മാത്രം കൊടുക്കണം. പിന്നെ പുസ്തകവും യൂണിഫോം പുതിയ, ഈ 2 കാര്യങ്ങളെല്ലാം കൂടെ അപ്പൊ 3 പേരെ ഞാൻ സ്കൂളിൽ വിട്ടില്ല. സ്കൂളിൽ വിടാതെ ഒരു 21 ദിവസം ഞാൻ ഈ കുഞ്ഞുങ്ങളുമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു കൂട്ടുകാരി എന്നെ വിളിക്കുന്നു. എന്നെ വിളിച്ചു. അപ്പൊ എന്നോട് ചോദിച്ചു എന്തുണ്ട് വിശേഷം, എന്തുണ്ട്? ഒന്നും ഇല്ലടി, സുഖമായിട്ടിരിക്കുന്നത്, നല്ല സ്ഥലമാണ്, ഇവിടെ മിനിസ്ട്രിക്ക് നല്ല ഇതുണ്ട്, നമുക്ക് സുവിശേഷ വേല ചെയ്യാൻ പറ്റിയ ഒത്തിരി നല്ല സ്ഥലമാ, ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ കുട്ടികൾ എന്ത് ചെയ്യേ, കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ സ്കൂളൊക്കെ എപ്പോഴാ, സ്കൂളിലൊക്കെ വിടുന്നില്ലേന്ന് എന്നെ ചോദിച്ചു. ഞാൻ പറഞ്ഞു വിട്ടില്ല ഇങ്ങനെ പറഞ്ഞു. എന്ത് പറ്റിയടി, എന്താ നീ പറയാന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എടി ഞങ്ങൾ ഇന്ന പോലെ സ്കൂള് ഇവിടുത്തെ രീതി നമുക്ക് അറിയത്തില്ലല്ലോ, സ്കൂള് ഈ വർഷം സ്കൂളിലാക്കണമെങ്കിൽ നമ്മൾ ഇത്ര രൂപ അടയ്ക്കണമായിരുന്നു, ഞങ്ങളുടെ കയ്യിൽ അങ്ങ് അത്രയും പൈസ ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ 1 മാസമായി പിള്ളേരെ വിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്നെയുള്ള ഒത്തിരി വഴക്ക് പറഞ്ഞു. അപ്പൊ ഇവള് ഞാൻ പോരുന്ന സമയത്ത് ഇവളുമായിട്ട് ബന്ധപ്പെടാൻ ഒരു സാഹചര്യം എന്റെ ജീവിതത്തിൽ ഉണ്ടായി, അത് ഞാൻ പറയാം. അപ്പൊ അവള് എന്നെ വഴക്ക് പറഞ്ഞു, നിനക്ക് അക്കൗണ്ട് നമ്പർ വല്ലതും ഉണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇവിടെ വന്നൊരു അക്കൗണ്ട് നമ്പർ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ നമ്പര് ഫോണ് വഴി ഞാൻ പറഞ്ഞു കൊടുത്ത് അവള് പെട്ടെന്ന് തന്നെ എനിക്ക് ഈ പിള്ളേരെ അയക്കാനുള്ള പണം എനിക്ക് അയച്ചു തന്നു. അങ്ങനെ ഞാൻ ആ കുഞ്ഞുങ്ങളെ പിന്നെ തുടർന്ന് സ്കൂളിലേക്ക് അയക്കുന്നത്. ഈ കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ ഞങ്ങള് +2 പഠിച്ചതാണ്. അപ്പൊ എന്റെ കല്യാണത്തിന് 1 വർഷം മുമ്പ് അവളുടെ കല്യാണമായി, അവര് ബോംബെയിലേക്ക് പോയി. പിന്നെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെ ഇരുന്ന് പിന്നെ ഞങ്ങൾക്ക് പിന്നെ എനിക്ക് 2 പിള്ളേരായി, അവൾക്ക് 1 കൊച്ചായ സമയത്ത് ഞങ്ങള് പിന്നെ അവള് ബോംബെ നാട്ടിൽ വന്ന് ഞങ്ങൾ 1 പ്രാവശ്യം കണ്ടുമുട്ടി, 1-2 പ്രാവശ്യം ഇങ്ങനെ കണ്ടുമുട്ടിയായിരുന്നു. അതിനുശേഷം പിന്നെ ഇവള് ദുബായിക്ക് പോയപ്പോ ഇവളുടെ പപ്പയാണ് ഈ തോമസ് മാമൻ, പാസ്റ്റർ തോമസ് മാമൻ, അറിയാമല്ലോ, നമ്മുടെ അന്ത്യകാല ചരിത്രത്തിലൂടെയൊക്കെ പ്രസംഗിക്കുന്ന തോമസ് മാമൻ പാസ്റ്റർ, അവളുടെ പപ്പയാണ്. അപ്പൊ ഒരു ദിവസം ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്നതിന്റെ ഒരൊറ്റ ആഴ്ചയുടെ മുമ്പില് ഞങ്ങൾ പുറത്തെവിടെയോ വോട്ട് ചെയ്യാൻ വരുമ്പം വീട്ടിന്റെ ജനലിലൊരു നോട്ടീസ് ഇരിക്കുന്നു, വീടിന്റെ ജനലില്. അപ്പൊ ഞാൻ ഈ നോട്ടീസ് എടുത്ത് നോക്കുമ്പോ അപ്പൊ ഞാന് ഈ ഞങ്ങൾ 2 ഫ്രണ്ട്സ് ആയി കഴിഞ്ഞപ്പോ ഞങ്ങൾ 2 ഫാമിലി അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ബന്ധത്തിൽ ഞാൻ പപ്പേന്നാ വിളിക്കുന്നത്. എന്റെ കൂട്ടുകാരിയുടെ പപ്പേനെ ഞാനും പപ്പേന്നാ വിളിക്കുന്നത്. ഞാനിപ്പോ ഈ നോട്ടീസ് തുറന്ന് നോക്കുമ്പോ പപ്പയുടെ പേര് കാണുന്നു. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 2-3 കിലോമീറ്റർ മാറി പ്രസംഗിക്കാൻ വരുന്നതായിട്ട് ഞാൻ കണ്ടു ഈ നോട്ടീസില്. ഞാൻ പെട്ടെന്ന് പിള്ളേരെ ഒരുക്കി, പപ്പയെ നമുക്ക് ഇന്നോട്ട് അച്ഛനോട് നമുക്ക് ഇന്നപോലെ പപ്പ എവിടെ പ്രസംഗിക്കും, നമുക്ക് പോകാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ഒരു ഓട്ടോ പിടിച്ച് അവിടെ ചെന്ന് മെസ്സേജ് ഒക്കെ കേട്ടു. എല്ലാം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്ത് ഞാൻ ഓടിച്ചെന്നു, പപ്പേന്ന് പറയാൻ ഓടിച്ചെന്നു. അപ്പൊ എന്നെ അങ്ങ് കെട്ടു സംസാരിച്ചു. എടി മോളെ നീ എവിടെയാ, ബിബി ഇനി എപ്പോഴും തിരക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. പപ്പ ഞാൻ ഇന്ന പോലെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞാൻ ഇങ്ങനെ നോർത്തിന് പോകുക. അപ്പൊ നിങ്ങളെ ആരാ വിടുന്നത്? ഞാൻ പറഞ്ഞ ഞങ്ങളെ വിടാനൊന്നും ഞങ്ങളൊന്നുമില്ല, കർത്താവ് ഇങ്ങനെ പോകാൻ പറഞ്ഞു, ഞങ്ങൾ പോകാൻ ഒരുങ്ങി, ഞങ്ങളുടെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ടെന്ന് മാത്രം പറഞ്ഞു.
അദ്ദേഹത്തിന് സ്കൂളുണ്ട്, പിള്ളേരെ പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്കൊരു വീടൊക്കെ എടുത്തു തരാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അപ്പൊ എന്നോട് നീ പോകുന്നതിന് മുമ്പേ വീട് വരെ വന്നിട്ട് പോണോന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പോകുന്നതിന് പിന്നെ 3 ദിവസം മുമ്പ് അവിടെ ചെന്ന് എല്ലാം പപ്പ ഉണ്ടായിരുന്നു, ഞങ്ങൾ സംസാരിച്ചു. അപ്പൊ തന്നെ എനിക്ക് എന്റെ കൂട്ടുകാരിയുടെ അവളുടെ മോളുടെ നമ്പര് ഗൾഫിൽ നിന്ന് വിളിച്ച് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. അപ്പൊ അവള് പറഞ്ഞു, എടി നീ അവിടെ ചെന്നിട്ട് നീ നമ്പർ എനിക്ക് തന്നിട്ട് പോകണം. അപ്പൊ ഞാൻ പറഞ്ഞ, അത് ഇപ്പൊ ഈ നമ്പറല്ല അവിടെ വർക്ക് ചെയ്യുന്നേ, അവിടെ ചെന്ന് പുതിയ സിം എടുത്ത് എങ്കിലും നമ്പർ ആകത്തുള്ളൂ. അത് കുഴപ്പമില്ല, നീ അവിടെ ചെന്നിട്ട് അത് സെൻഡ് ചെയ്യണോന്ന്. അങ്ങനെ ഞാൻ ആ നമ്പര് ഇവിടെ വന്ന് ഫോണൊക്കെ എടുത്തു കഴിഞ്ഞ് അവള് തന്ന നമ്പര് കോണ്ടാക്ട് ചെയ്ത് നമ്പർ കൊടുത്തെങ്കിലും പിന്നീട് ഞാൻ അങ്ങനെ ഇടയ്ക്കൊന്നും വിളിച്ചില്ല. നമ്മള് ഒന്നും വിളിക്കാനേ പറയാം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞാണ്, 1 വർഷം കഴിഞ്ഞാണ് പിന്നെ ഇങ്ങനെ പിള്ളേരുടെ പഠനത്തോടൊന്നും അവൾ എന്നെ വിളിക്കുന്നതും ഞാൻ പഠന കാര്യം പറയുന്നതും കൊച്ചുങ്ങളെ വിട്ടില്ല. അങ്ങനെ അവൾ എന്നെ ആദ്യം ഹെൽപ്പ് ചെയ്ത് അങ്ങനെ ഞാൻ സ്കൂളിലേക്ക് പിന്നെ അങ്ങനെ അങ്ങനെ പിന്നെയും കുഞ്ഞുങ്ങൾ പഠിച്ചു. അവര് ആദ്യത്തെ ആള് +2 പാസ്സായി. ഞാൻ തുടർന്ന് പഠിപ്പിക്കാൻ മാർഗമില്ലാതെ വീട്ടിയിരുത്തി. പിറ്റേ വർഷം രണ്ടാമത്തെ ആളും +2 പാസ്സായി. അവളെ പഠിപ്പിക്കണമല്ലോ. അപ്പോഴത്തേക്ക് അവള് പറഞ്ഞു, അമ്മ ഞങ്ങൾ രണ്ടുപേരും +2 പാസ്സായി, ഇനി ഞങ്ങൾ ഇവിടെ ഇരുന്ന എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, മോനെ നമുക്ക് സുവിശേഷ വേല ചെയ്യാം. പിള്ളേരും അങ്ങനെ ഒരു ആഗ്രഹമാണ്, നമുക്ക് സുവിശേഷ വേല ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ വന്ന നാള് മുതല് എല്ലാ ക്രിസ്മസിനും ഞങ്ങള് ഈ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരുന്നത്, ക്രിസ്മസ് പ്രോഗ്രാം. ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ഓരോ ഗ്രാമത്തിൽ പോയി ഞങ്ങള് മറ്റാരുമില്ല, മലയാളീസുകൾ ആരും ഞങ്ങളുടെ കൂടെ പിറ്റേ വർഷം തൊട്ടില്ല. പക്ഷെ ഈ ഗ്രാമത്തിലുള്ള വണ്ടിയെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് മൈക്ക് വെക്കുമ്പോൾ കൊച്ചുങ്ങളെല്ലാം ഓടി വരും. ഈ കുഞ്ഞുങ്ങളെ ഇവര് നേരത്തെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. ഈ പിള്ളേരും കൂടെ ഒരു 2-3 വണ്ടിക്കകത്തുള്ള ആളുണ്ട്. ഈ ആളുമായിട്ട് ഞങ്ങൾ എല്ലാ വർഷവും റാലിയായിട്ട് പോകും. ഈ പിള്ളേര് ഞങ്ങളുടെ 3 കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്നത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളാണ്. ഇവരാണ് ഈ പിള്ളേരുമായിട്ട് കൂട്ടുകൂടി അവരെ ഇതൊക്കെ പഠിപ്പിക്കും, പാട്ട് പഠിപ്പിക്കും, ഈ ആക്ഷൻ എല്ലാം പഠിപ്പിക്കും, വചനം പഠിപ്പിക്കും. ഞങ്ങൾ VBS ഒക്കെ എല്ലാ വർഷവും VBS നടത്തും. പല ഗ്രാമങ്ങളിൽ ഞങ്ങൾ പുറത്തു പോയി നടത്തും. അങ്ങനെ ഒരു 15 ഗ്രാമങ്ങളുമായിട്ട് ഞങ്ങൾക്ക് ബന്ധാ. അവിടെയൊക്കെ ഞങ്ങൾ ചെന്ന് പ്രോഗ്രാമുകളൊക്കെ നടത്തും. മൈക്ക് സെറ്റുമായിട്ട് പോകും, അത്രേ ഉള്ളൂ. അവിടെ ചെന്ന് പാട്ട് വെക്കുമ്പം നമ്മുടെ കൂടെ കുറെ കുഞ്ഞുങ്ങളുണ്ട് ഗ്രാമത്തില്, ഇവരുടെ കൂടെ അവിടെയും കുഞ്ഞുങ്ങള് കൂടും. അപ്പൊ അവിടെ ഞങ്ങൾ VBS പരിപാടി, പാട്ട്, ഡാൻസ്, ഇങ്ങനെ ഞങ്ങൾ സുവിശേഷം പറയാൻ തുടങ്ങിയത്. ഒത്തിരി പ്രോഗ്രാം ഞങ്ങൾക്ക് നടത്തുവാൻ ദൈവത്തിന്റെ കൃപ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എല്ലാ ഗ്രാമങ്ങളിലും. പലരും പറയും, ഇവിടെ കർത്താവിനെ അറിയുന്ന ഒരു ക്രിസ്ത്യൻ ആൾക്കാരില്ലെങ്കിലും ഒരു ക്രിസ്ത്യാനി ഇല്ലാത്തിടത്ത് ഇത്രയും വലിയ ഞങ്ങൾക്കെല്ലാം ഒരു ക്രിസ്ത്യാനികൾ ഉള്ളതുപോലെ തോന്നിക്കുന്ന രീതിയിലാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ. ഞങ്ങൾ അങ്ങനെ അന്ന് മുതൽ ഈ 13 വർഷമായിട്ട് എല്ലാ വർഷവും എല്ലാ ഗ്രാമങ്ങളിലും പോയി VBS ഒരു ആവശ്യമില്ലെങ്കിലും നമ്മൾ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് ആൾക്കാരുണ്ട്, അതല്ല പണ്ടത്തെ കാര്യം ഞാൻ പറയുന്നത്. അന്ന് അങ്ങനെ അത്ര ആളൊന്നുമില്ല. അന്ന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത ഗ്രാമത്തിലെ കുഞ്ഞുങ്ങളാ. അവര് ഇവരുടെ അടുത്ത് വന്ന് ഇവര് പഠിപ്പിക്കും. ക്രിസ്മസ് ആവുമ്പോ ഒരു കൂട്ടം ജനമാ, അവര് തന്നെ അവരെ സ്ക്രിപ്റ്റ് പഠിപ്പിക്കുക, അവരാണ് ഇതൊക്കെ കളിക്കുന്നത് ഇവിടുത്തെ ഗ്രാമത്തിൽ. പക്ഷെ അങ്ങനെ ഞങ്ങള് നല്ല സുവിശേഷ വേല ആരംഭിച്ചു, നല്ല രീതിയിൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ഒരു കൺവെൻഷന് 2016 പാസ്റ്റർ തോമസ് മാമൻ തന്നെ ഞങ്ങളുടെ ഇവിടെ ഒരു ദിവസം വിളിച്ചു. ഞാൻ എല്ലാ രാജ്യങ്ങളിലും പോയിട്ടുണ്ട്, പക്ഷെ ജമ്മു കാശ്മീരിൽ വന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് അതിനെന്നെ ഇങ്ങോട്ട് പോരും, ഞങ്ങളുണ്ടല്ലോ, ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു. അങ്ങനെ ഇവിടെ വരികയും ഞങ്ങള് പാസ്റ്ററോട് ചോദിക്കാതെ തന്നെ ഞങ്ങളൊരു നോട്ടീസൊക്കെ അടിച്ചിറക്കി, ഇന്നയാള് വരുന്നു പ്രസംഗിക്കുമെന്നും പറഞ്ഞു. ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങളുടെ അടുത്ത് ഒരു കിലോമീറ്ററോളം ദൂരമുള്ളിടത്ത് ഒരു സ്ഥലത്ത് ഞങ്ങൾ മൈക്കെല്ലാം 4 വശത്തും കെട്ടി വലിയൊരു പ്രോഗ്രാം അവിടെ അങ്ങ് നടത്തി. ഞങ്ങളുടെ കൺവെൻഷനിൽ ഒത്തിരി ആള് കൂടി. ഗ്രാമത്തിൽ ആദ്യം ഇങ്ങനെ സുവിശേഷം കേൾക്കുന്നതും ഇങ്ങനെ മീറ്റിംഗ് നടക്കുന്നതും ഒക്കെ ആദ്യമായിട്ടാണ്. അപ്പൊ ഇവിടെയുള്ള ജനം എല്ലാം
ഒത്തിരി ജനം കൂടി. അപ്പൊ തന്നെ നമ്മുടെ ജമ്മുവിലുള്ള പല പാസ്റ്റേഴ്സും ഞങ്ങൾ വിളിച്ചിട്ട് അവരും എല്ലാം കുടുംബമായിട്ട് വണ്ടിയിലൊക്കെ വന്നപ്പോ ആൾക്കാർ ഓർത്ത് ഇത് എന്തൊരു പരിപാടിയാണ്. അങ്ങനെ പാസ്റ്റർ പിന്നെ തോമസ് മാമനാണ് ആ 3 ദിവസങ്ങളിലും പ്രസംഗിച്ചത്. അപ്പൊ പ്രസംഗിച്ച് അങ്ങനെ ഒത്തിരിയും ജനമായി. സൺഡേയില് ഞങ്ങളുടെ വീടിന് ഇരിക്കാൻ കഴിയുന്ന വെളിയിൽ വരെ ഇഷ്ടംപോലെ ജനമാ സൺഡേ വരാൻ തുടങ്ങി. അങ്ങനെ സൺഡേയിൽ വരുന്ന ഒത്തിരി കൂടി വരാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് അങ്ങനെ ഇരിക്കുമ്പോ ആരോ കംപ്ലൈന്റ് ചെയ്തു, ഞങ്ങള് പൈസ കൊടുത്ത് പിന്നെ ഈ മതപരിവർത്തനം ഇങ്ങനെ പറഞ്ഞിട്ട് 2 CID-കള് 2 പേര് ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോ ഞങ്ങൾക്ക് അന്ന് താമസിക്കാൻ നല്ലൊരു ഇവിടെയൊക്കെ ഒത്തിരി ആർമിക്കാരുടെ വീടായോണ്ട് ആർമിക്കാരൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയതുകൊണ്ട് വീട് ഫ്രീ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അധികം പൈസയൊന്നും കൊടുക്കണ്ട. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു നല്ല വീടാണ്, സൗകര്യമുണ്ട്, അവരുടെ വീട്ടുപകരണങ്ങളും ഉണ്ട് ഞങ്ങൾക്ക്. മറ്റൊന്നും ഞങ്ങൾക്കില്ലല്ലോ, ഞങ്ങൾക്ക് കുറച്ച് തുണി മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ താമസിക്കുന്ന സമയത്ത് ഈ CID-കൾ അവിടെ വന്നു. ഞങ്ങൾ ഇരിക്കാൻ 2 കസേര കൊടുത്തു, അവരവിടെ ഇരുന്നു. അപ്പൊ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുവാണ് എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞങ്ങളിങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ആദ്യം വന്നത് ഞങ്ങളുടെ സുഹൃത്തിന്റെ അടുത്താണ്, സുഹൃത്തിന്റെ വീട്ടിലെ താമസം, അവിടെ ഒരു സ്കൂളുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞ് സ്കൂളിൽ പഠിപ്പിക്കുവാന്ന് പറഞ്ഞു. അപ്പം അതിന് CID വന്ന ഒരാൾക്ക് വാസ്ത്ര കണ്ടപ്പോ പിടികിട്ടി. എന്നുവെച്ചാൽ പുള്ളിയുടെ മോൾ അവിടെ പഠിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അന്ന് ഞങ്ങൾ അവിടെ ആയിരുന്നൊന്നും ഇപ്പൊ ചെയ്യുന്നില്ല എന്നും പുള്ളിക്ക് മനസ്സിലായി. അപ്പം പറഞ്ഞു, നിങ്ങളിപ്പോ അവിടെ ഇല്ലല്ലോ, ഇപ്പൊ പഠിപ്പിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളിങ്ങനെ പ്രയർ മാത്രമേ ഉള്ളൂ, ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ പൈസ കൊടുത്ത് മതം പരിവർത്തനം ചെയ്യുന്നതായിട്ട് ഞങ്ങൾ അറിഞ്ഞല്ലോ എന്ന് പറഞ്ഞു. സാറ് അകത്ത് കയറി നോക്കൂ, എനിക്ക് ഇത്രയും പൈസ മതപരിവർത്തനത്തിന് കൊടുക്കാനുണ്ടെങ്കിൽ ഞാൻ ഈ 3 കുഞ്ഞുങ്ങളുമായിട്ട് ഈ ചൂടത്ത്, അന്നൊരു ചൂട് സമയം, ഈ ചൂടത്ത് ഇങ്ങനെ വന്ന് കിടക്കണോ? ഞങ്ങൾക്കൊരു ഫാൻ ഇല്ല, ഒരു ഫ്രിഡ്ജില്ല, കിടക്കാൻ വേണ്ട സൗകര്യങ്ങളില്ല. ഇതിനകം ഒന്ന് നോക്കിയേ, ഞങ്ങൾ ഇത്രയും പൈസ ഞങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടേതായ കാര്യങ്ങളൊക്കെ നോക്കത്തില്ലേ സാറേ എന്ന് ചോദിച്ചു. അന്നേരം പപ്പയുടെ തോളയിൽ ഇങ്ങനെ തട്ടിട്ട് പറഞ്ഞു, സാറേ പപ്പനെയും സാറേ എന്ന് പറഞ്ഞു, സാറേ നിങ്ങൾ നിങ്ങളുടെ വേല ചെയ്തു, നിങ്ങളുടെ ഇത് ചെയ്തു, ഇവിടെ ഒരു പ്രശ്നവും ഇല്ല, ഇവിടുത്തെ ആൾക്കാർ ഇങ്ങനെയാ എന്ന് പറഞ്ഞു. ഇങ്ങനെയാന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ഇതൊക്കെ ചെയ്തു, ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് അവരങ്ങ് പോയി. അവര് പോയെങ്കിലും അവരെന്ത് ചെയ്തു, ഈ മീറ്റിംഗ് നടന്ന സ്ഥലത്ത് നിന്ന്, അപ്പൊ അവിടെ ആ ദേശത്തുള്ളവരെ ഞങ്ങൾ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. ഫുഡൊക്കെ അവരാ ഉണ്ടാക്കി, നമ്മൾ സാധനങ്ങളെ കൊണ്ട് കൊടുത്തതേ ഉള്ളൂ. അവര് ഫുഡ് ഉണ്ടാക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്തു അന്ന്. അപ്പൊ അവര് അവിടെ ചോദിച്ചു, ഇങ്ങനെ മീറ്റിംഗ് ഇവിടെ നടന്നോ? ആ മീറ്റിംഗ് നടന്നു, ഭയങ്കരമായിരുന്നു, നല്ലതായിരുന്നു. അപ്പൊ അവിടെ ആഹാരമൊക്കെ ഉണ്ടാക്കിയ ഞങ്ങളാണെന്നല്ല അവര് പറഞ്ഞു. ആരൊക്കെയാന്നൊക്കെ ചോദിച്ചു. പുള്ളി ആ പേരൊക്കെ എഴുതിയെടുത്തു. അവരോർത്ത ഇത് ക്രിസ്ത്യൻ ലീഡേഴ്സ് ആണ്, ഈ പേരും ഒക്കെ എഴുതിയെടുത്ത അവർക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് ഓർത്ത് ഇല്ലാത്തവരുടെ ഉള്ള പേരും എല്ലാം അങ്ങ് എഴുതി കൊടുത്തു. ലാസ്റ്റ് അവര് പറഞ്ഞു, ഞങ്ങൾ CID-കളാണ്. ഇവരങ്ങ് പേടിച്ചു പോയി. ഇവര് പേടിച്ചിട്ട് പിന്നെ ഇവരിങ്ങോട്ട് വരികയില്ല. പിന്നെ ആരുമില്ല. കടന്നു വന്ന ഒത്തിരി ആത്മാക്കൾ വന്നവരെല്ലാം തിരിച്ചുപോയി സമയത്ത് ഞങ്ങൾ പിന്നെ 5 പേരായി. ഞങ്ങൾ പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. അങ്ങനെ ഇരിക്കുമ്പം ഒരു ദിവസം നമ്മുടെ എറണാകുളത്തുള്ള ജേക്കബ് നയൻ പാസ്റ്റർ ഉണ്ടല്ലോ, പാസ്റ്റർ ആണ്. ഞങ്ങൾ നാട്ടിലായിരുന്ന സമയത്ത് ഞങ്ങൾ 2 കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരുന്ന സമയങ്ങളിലൊക്കെ പാസ്റ്ററാണ്. നമ്മൾ ഒരു ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു, പ്രയർ സപ്പോർട്ടിങ്. ഞങ്ങളെ ഒരു ചേട്ടനെ പോലെയാ, ഞങ്ങളുടെ ഒരു മൂത്ത ചേട്ടനെ പോലെ ഞങ്ങളെ കരുതിക്കൊണ്ടിരുന്ന നല്ല. അപ്പൊ പാസ്റ്റർ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഞാന് ഈ വൈവാമി പഠിക്കുന്ന കുറച്ച് പിള്ളേരെ ഞാൻ അങ്ങോട്ടൊന്ന് വിടട്ടേന്ന് ചോദിച്ചു. പറഞ്ഞാൽ അതിനെന്താ, വിടാൻ പറഞ്ഞു. അങ്ങനെ അവരൊരു 7 പേര് ഇവിടെ വന്നു. ഈ കൺവെൻഷനൊക്കെ കഴിഞ്ഞ് ഈ പ്രശ്നം എല്ലാം കഴിഞ്ഞ് ആൾക്കാർ പോയി കഴിഞ്ഞാൽ ഇവര് വരുന്നത്. ഇവര് വന്ന സമയത്ത് ഇവര് അവിടെ വീട്ടിൽ വന്നു. ഞങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ഇവര് പ്രാർത്ഥിച്ചു. ഇവര് ഗ്രാമങ്ങളിലെല്ലാം വെളുപ്പിന് ഒരു 4 മണിക്ക് റൗണ്ട് അടിച്ച് പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥന കഴിഞ്ഞ് ഇവര് ലേ ലഡാക്ക് കാണാൻ പോയി, തിരിച്ചു വന്നിട്ട് ഞങ്ങൾ ഇവരെ ബസ് കയറ്റി വിടാനായിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് പോകുമ്പോ ഇവര് കയറിപ്പോയി കഴിഞ്ഞപ്പോ ഒരാള്, ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം, എനിക്ക് തെറ്റ് പറ്റിപ്പോയി, എന്റെ വൈഫ് മരണാവസ്ഥയിൽ കിടക്കുക, എന്റെ വീട് വരെ വരാമോ എന്ന് ചോദിച്ചു.
അപ്പൊ ഞങ്ങൾക്ക് അറിയത്തില്ല അദ്ദേഹം എന്ത് ചെയ്തെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ ഉടനെ അദ്ദേഹത്തിന് കിടക്കുക, കട്ടിലേക്ക് കിടക്കുക. ഒരു ഒരു മരിച്ച പോലെ ഒരു സ്ത്രീ കിടപ്പുണ്ട്. ഇപ്പൊ ഞങ്ങൾ രണ്ടും കൈ കോർത്ത് പിടിച്ചു. അവിടെ നിന്ന് പ്രാർത്ഥിച്ച് 10 മിനിറ്റ് കഴിഞ്ഞപ്പോ ഇവരെഴുന്നേറ്റു, വെള്ളം ചോദിച്ചു, വെള്ളം കുടിച്ചു. ഇവർക്ക് ഭയങ്കര അപ്പൊ അവർക്ക് അങ്ങ് ഭയങ്കര വിശ്വാസമായി. അങ്ങനെ പിന്നെയും ഓരോരുത്തർ ഇവര് വരാൻ തുടങ്ങി. അങ്ങനെ ഓരോരുത്തർ വരാൻ പിന്നെയും തുടങ്ങി. അങ്ങനെ ആൾക്കാർ പിന്നെയും വരാനൊക്കെ തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നീട് ഞങ്ങൾ അറിയുന്ന ഈ ഈ ആള് ഈ ദേശത്തിന്റെ ഒരു കാവൽക്കാരനെ പോലത്തെ ഒരാളാ. ആ ആള് ഇവിടെ എന്ത് സംഭവം നടന്നാലും പോലീസിൽ അറിയിക്കുന്ന ഈ മനുഷ്യനാ. അപ്പൊ ഞങ്ങൾക്ക് എതിരായിട്ട് ഈ മനുഷ്യനായിരുന്നു ഇത് കൊടുത്തു കഴിഞ്ഞ് ഈ പുള്ളിക്കാരന്റെ ഭാര്യ രോഗിയായി. ജമ്മുവിലുള്ള പല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് എടുക്കാതെ പഞ്ചാബിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു, അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി വിശ്രമിക്കോളാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അവർ വീട്ടിൽ മരിക്കാനായിട്ട് കൊണ്ടുവന്ന് ഇട്ട് കിടക്കുമ്പോഴാണ് ഞങ്ങളെ കാണുന്നത്. ഞങ്ങളുടെ അടുത്ത് ക്ഷമ പറഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്ന അവര് രക്ഷപ്പെടുവാനിടയിൽ. അങ്ങനെ അവര് കുറെ നാൾ അവര് വരുമായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങള് പഴയ പോലെ ആൾക്കാർ വരാനോ, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ ഇവിടെ വന്ന വൈവാംകാര്, അവര് നടന്ന ആ ഗ്രാമത്തിലുള്ള രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ പ്രാർത്ഥിച്ച് പോയ പല ഗ്രാമത്തിൽ നിന്ന് ആള് വരാന്ന്, ഭയങ്കര ആള്. അവരൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച അപ്പൊ റിസൾട്ടാ. ആര് വന്നു പ്രാർത്ഥിക്കും, അപ്പൊ ദൈവം അവിടെ പ്രവർത്തിച്ചിരിക്കുക. അപ്പൊ അങ്ങനെ പിന്നെ സഭ വളരാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുക. ആൾക്കാർ ഒത്തിരി വന്നുകൊണ്ടിരുന്ന സമയത്ത് കുറെ യൗവനക്കാരുണ്ടായിരുന്നു. യൗവനക്കാരെല്ലാം വരാൻ തുടങ്ങി. അങ്ങനെയൊക്കെ അവിടുന്ന് വരുന്ന ഒരു പുള്ളിക്കാരിക്ക് മക്കളെ വിടും. പുള്ളിക്കാരിക്ക് വരാൻ മടിയാ. പുള്ളിക്കാരി എന്ത് ചെയ്തു, അവിടുന്ന് വരുന്ന ആൾക്കാരോടൊക്കെ പറയും, നമ്മൾ ഇവിടെ ചെന്ന നമ്മളും അതിൽ ചേർന്ന് ഇത് നമ്മുടെ പിള്ളേരെ ആര് കല്യാണം കഴിക്കും? ഈ ഒരു ചോദ്യം എല്ലാരെയും ബാധിച്ചു. അങ്ങനെ ഓരോരുത്തർ പുറകോട്ട് പോകാൻ തുടങ്ങി. നമ്മൾ ഈ ക്രിസ്തീയമാർക്ക് നമ്മളെ ആരും കെട്ടുകയില്ല, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി പോകുന്നത്. അങ്ങനെ ആ ദേശത്തുനിന്ന് വന്ന പകുതിയും പേര് പുറകോട്ട് പോയി. എന്നാലും പിന്നെ കുറച്ചു പേരൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചു പേരൊക്കെ സ്നാനപ്പെട്ടു, നമ്മുടെ കൂടെ നിന്നു. അങ്ങനെ 3 പ്രാവശ്യം ഞങ്ങൾക്ക് ഈ പോലീസിന്റെ ഇതുണ്ടായി. ലാസ്റ്റ് ഉണ്ടാകുന്നത് ഞങ്ങളിവിടെ കൺവെൻഷനൊക്കെ നടത്തി കഴിഞ്ഞ് എൻക്വയറിക്ക് വന്നതാ. ആരോ പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ആ വാടക വീട് മാറി. പിന്നെ നമ്മൾ IGC പ്രസ്ഥാനമായിട്ട് ചേർന്നു. നമുക്ക് സ്ഥലം മേടിച്ചു തന്നു, വീടൊക്കെ വെച്ചു. അപ്പൊ നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കാനൊക്കെ തുടങ്ങി. അപ്പൊ പിന്നെ നമ്മൾ ഇവിടെ ആരാധനയായപ്പോഴത്തേക്കിന് പിന്നെ ഒരുപാട് ജനം വന്നിട്ടുണ്ട്. ഞങ്ങൾ അവിടെ ഒരു ദിവസം ഒരു മൗലവി കല്യാണം കഴിച്ചിട്ട് 6 മാസമേ ഉള്ളായിരുന്നു. അപ്പൊ അദ്ദേഹം തന്റെ ഭാര്യയുമായിട്ട് ഇവിടെ ഒരു ഡോക്ടർ ഉണ്ട്. അപ്പൊ ഡോക്ടർ അതിന്റെ അടുത്ത് ഡോക്ടർക്ക് മേലാതെ 3 മാസം ഉറക്കമില്ലായിരുന്നു. അപ്പൊ ഡോക്ടർ നമ്മുടെ അവിടെ വന്ന് പ്രാർത്ഥിച്ച് 3 മാസം ഉറക്കമില്ലാത്തയാള് നമ്മുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ച അന്ന് 9 മണി വരെ രാവിലെ ഉറങ്ങി. അപ്പൊ ഇദ്ദേഹത്തിന് ഭയങ്കര വിശ്വാസമായി. ഇദ്ദേഹം എന്ത് ചെയ്യും, അവിടെ വരുന്ന ട്രീറ്റ്മെന്റിന് വരുന്ന പലരെ ഇങ്ങോട്ട് പറഞ്ഞു വിടും. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു വിടുന്ന എങ്ങനെയാണ്, ഞാൻ 3 ദിവസം കൊണ്ട് സൗഖ്യം കിട്ടി. നിങ്ങൾ എത്ര ദിവസം, അവർ ചോദിക്കുക എത്ര ദിവസം പോകണം? ഒരു 3 ദിവസമൊക്കെ പോയാൽ മതി. ഇങ്ങനെയാണ്, ഇതൊരു ട്രീറ്റ്മെന്റ് മാത്രം, അല്ലാതെ ആർക്കും ദൈവം വേണമെന്നൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഈ മൗലവിയെ പറഞ്ഞു വിട്ട് മൗലവി ഭാര്യയായിട്ട് വന്നു. മൗലവിയായിട്ട് ഞങ്ങൾ സംസാരിച്ചു. പിറ്റേ ദിവസം ഭാര്യയായിട്ട് വന്നു. ഞങ്ങളിപ്പോ അന്ന് ആ പുള്ളിക്കാരി 4th സ്റ്റേജാ. ഇപ്പൊ തൊണ്ടയ്ക്കാണ്. അപ്പൊ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ പറ്റത്തില്ല. കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് വെള്ളം കൊടുത്തപ്പോ തന്നെ അന്ന് രാത്രി ചെന്ന് ഇച്ചിരി കഞ്ഞി കുടിച്ചു. അത് അവർക്ക് വിശ്വാസമായി. ഏതായാലും വേണ്ടില്ല, ആ രോഗം അവരിൽ നിന്ന് അങ്ങ് മാറി. രോഗം മാറി. എന്നാലും ഇത് മൗലവി ആയതുകൊണ്ട് അവർക്ക് മൗലവിക്ക് അവിടെ ഒരു 4 സെന്റ് സ്ഥലവും വീടും വെച്ച് കൊടുത്ത് അതിന്റെ അടുത്ത് ഈ ഇതുമൊക്കെ പണിത് കൊടുത്ത് രാവിലെയും വൈകുന്നേരവും പുള്ളിക്ക് കാമുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്ത് ഇയാള് പറഞ്ഞു, എനിക്ക് നല്ല വിശ്വാസമാ, പക്ഷെ ചർച്ചിൽ വരാനൊന്നും പറ്റും. ഞങ്ങൾ അങ്ങനെ ആരെയും ക്ഷണിക്കാറില്ല. നമുക്കറിയാം, നമ്മുടെ അടുത്ത് വന്ന് ദൈവത്തെ അറിയണം, ഞങ്ങൾക്ക് ഇങ്ങനെ ആളെ കൂട്ടണമെന്നൊരു ചിന്തയേ ഇല്ല. എന്നുവെച്ചാൽ അങ്ങനെ ചെയ്താൽ പല പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് അവർക്ക് ദൈവത്തെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക. ദൈവം അങ്ങനെ ഒരു ശുശ്രൂഷയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഒരു
സത്യം പറഞ്ഞ ഒരു ഡോക്ടർ ഇരിക്കുന്ന പോലെ ഞങ്ങൾ സന്ധ്യക്ക് ഇരുന്നാൽ എത്ര ഫാമിലി വന്ന് പ്രാർത്ഥിച്ച് സൗഖ്യമാകുന്നു, അവര് പോകുന്നു. 1-2 പ്രാവശ്യം വരുന്നു. ചിലര് ചിലപ്പം വല്ല ഗിഫ്റ്റ് വല്ലോ കഴിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ വരുന്നവരുണ്ട്. അങ്ങനെ ഈ മൗലവി യുടെ വൈഫ് ടീക്കായി അവർക്ക് പിന്നീട് 2 കുട്ടികളുണ്ടായി. ഇവരുടെ വിവാഹം 6 മാസമേ ഉള്ളായിരുന്നു. 2 കുട്ടികൾ. അവര് പലരെയും പറഞ്ഞു വിടും. അങ്ങനെ ഇവിടെ മുസ്ലിങ്ങള് ഇവിടെ വന്ന് പ്രാർത്ഥിക്കും. അനേക പാമ്പ് കടിച്ച് വരുന്ന, ഞങ്ങളറിയല്ല ഇത് പാമ്പ് കടിച്ചാന്ന് നമുക്കറിയത്തില്ല. ഞങ്ങൾ അവരെ ഒരു മനുഷ്യന്റെ കാല് ചീഞ്ഞായിരുന്നേ. അപ്പൊ ഈ എണ്ണ എടുത്ത് അച്ഛൻ പ്രാർത്ഥിച്ച് ഈ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര വൃണമായിട്ടിരിക്കുന്ന കാല, ആ എണ്ണ അയാളുടെ കാലെ പുരുട്ടി, കൈ കൊണ്ട് തന്നെ പുരുട്ടിയൊക്കെ കൊടുത്തു. പിറ്റേ ദിവസം അയാള് നടന്നു വന്ന് ഇത്രയും ഈ നെയ്യ് അവർക്ക് പശു ഒത്തിരി ഉള്ളവർ, ഇത്രയും വലിയൊരു പാത്രം നെയ്യൊക്കെ ആയിട്ട് അദ്ദേഹം പിറ്റേ ദിവസം വന്ന്. അങ്ങനെ ഒത്തിരിയും പേർക്ക് പ്രാർത്ഥിച്ചത്. പക്ഷെ അവരാരും ആരാധനയ്ക്ക് വരത്തില്ല. അവര് പ്രാർത്ഥിക്കും. അവരടുത്ത ആളെ ആർക്കേലും പ്രശ്നം ഉണ്ടെന്ന് കേട്ടാ ഇങ്ങോട്ട് പറഞ്ഞു. ഇങ്ങനെ ഒരു സിസ്റ്റമാണ്. എന്നാലും നമുക്ക് ഇപ്പം ഒരു 10-15 കുടുംബം ഉണ്ട്. 10-15 കുടുംബം എന്ന് പറഞ്ഞാൽ എല്ലാരും അല്ല, ഫാമിലി ആയിട്ടല്ല, പിള്ളേരും ഭാര്യയും വരും, ഭർത്താക്കന്മാരൊന്നും എല്ലാരും മറ്റും വരുന്നില്ല, എന്നാലും ഉണ്ട്. ഞങ്ങള് അങ്ങനെ ഒരുപാട് ഒരുപാട് കഷ്ടങ്ങളിൽ തന്നെ ഞങ്ങള് ആയിരുന്നത്. ഞങ്ങൾ ഇവിടെ വന്ന് ആരുടെയും സപ്പോർട്ട് ഇല്ലാതാണല്ലോ വന്നത്. ഞങ്ങളിവിടെ ഞങ്ങളുടെ സുഹൃത്തിന്റെ കൂടെ 1 വർഷം നിന്നുള്ളൂ. അതോടുകൂടി അവര് പിന്നെ അങ്ങനെ സപ്പോർട്ടും കാര്യങ്ങളൊന്നുമില്ല, ഇതില്ലായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഇങ്ങനെ ഒരു ദിവസം ഇവിടെ, സത്യം പറഞ്ഞാൽ ജമ്മു കാശ്മീരിലെ എന്ന് പറഞ്ഞാല് കാലാവസ്ഥയെ പറ്റി ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. പാസ്റ്റർ ജമ്മു കാശ്മീരിൽ 3 മാസം ഉണ്ടായിരുന്ന ഉധംപൂരായിരുന്നു. ഉധംപൂരായിരുന്നുകൊണ്ട് പാസ്റ്റർ എന്നോട് പറഞ്ഞത് അവിടെ നല്ല കാലാവസ്ഥയാണ്, നല്ല എയർ കണ്ടീഷൻ അവസ്ഥയാന്ന് പറഞ്ഞു. ഉധംപൂർ അതായിരുന്നു, തണുപ്പ് സമയമായിരുന്നു, പുള്ളിക്ക് അതാ കിട്ടി. ഇതോർത്ത് ഞങ്ങള് കുഞ്ഞുങ്ങളുമായിട്ട് ഇവിടെ വന്ന സമയത്ത് മെയ് മാസം 6-ാം തീയതി വന്ന്, എന്റെ പറയാൻ പറ്റത്തില്ല. ചൂടെന്ന് പറഞ്ഞ ചൂട്, പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ബസ്സിലൊക്കെ കയറിയിരുന്ന ബസ്സിലെ ഇരുമ്പ് കൊണ്ട് പഴുത്തിട്ട് നമ്മള് പൊള്ളിപ്പോകും. ഇങ്ങനെ ഒരു അനുഭവമൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മളിവിടെ വീടെടുത്ത് മാറി താമസിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് 1 ഗ്ലാസ് വെള്ളം കുടിക്കാൻ പോലും ഈ വെള്ളത്തിന്റെ ടേസ്റ്റ് യൂറിയ കൂടുതലാണ്, ഒരു കയ്പ് വെള്ളമാണ്. ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ബസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു സർദാർക്ക് ഞങ്ങളെ കണ്ടപ്പോ എന്തോ ഒരു പ്രത്യേകത തോന്നി. സർദാർ ഞങ്ങളോട് ഫ്രണ്ടിലായിരുന്നു. അദ്ദേഹം തിരിഞ്ഞ് ഇങ്ങോട്ട് ചോദിച്ചു, മലയാളിയാ? ഞങ്ങൾ പറഞ്ഞു ആ മലയാളിയാന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, ഞാൻ ആർമിയിലെ ജോലിയായിരുന്നു, എനിക്ക് ഒത്തിരി മലയാളി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. അപ്പം ഞങ്ങൾ വന്നിട്ട് 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ, 1 വർഷം കഴിഞ്ഞില്ല ആ സമയത്താ. അപ്പൊ ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞു. ഞാൻ പറയാം, ഇങ്ങനെ പറഞ്ഞു. ബസ്സിൽ കണ്ട ആള് അഡ്രസ്സ് ചോദിക്കുന്നില്ല, വഴി ഒന്നും അറിയത്തില്ല. അദ്ദേഹത്തിന്റെ വഴിക്കും പോയി. ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് വന്നു. ഇപ്പൊ ഇവിടെയൊക്കെ വീടെന്നൊക്കെ പറഞ്ഞാൽ ഒരു വീടിന്റെ മേളിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ പൊക്കത്ത് ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ ഈ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് ഞാൻ നോക്കുമ്പോ ഈ മനുഷ്യൻ പാല് വിൽക്കുന്ന ഇതൊക്കെ ആയിട്ട് ബൈക്കിൽ വരുന്നു. ഞങ്ങളുടെ വീടിന്റെ ആദ്യം താമസിച്ച വീടിന്റെ അപ്പുറത്തൊരു വീട്ടില് ഇങ്ങനെ പാല് കൊടുക്കാം. ഞാൻ അച്ഛാ നമ്മളെ ഇന്നാൾ ആ വണ്ടിയെ കണ്ട ആളല്ലേ, ഒന്ന് ഓടിച്ചില്ലേ, നമുക്ക് ഇന്ന് പാല് ചോദിക്കാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കിന് ഭാസ്റ്റർ അവിടെ ചെന്ന് പുള്ളിയായിട്ട് സംസാരിച്ച് പാല് ചോദിച്ചു. അദ്ദേഹം കറങ്ങി ഞങ്ങളുടെ വീട്ടിൽ വന്നു. അപ്പൊ കറങ്ങി വേണം വരാനായിട്ട്, ഞങ്ങൾ ഇച്ചിരി കൂടെ അകത്താണ്. വീട്ടിൽ വന്ന് സംസാരിച്ചു, പാല് തരുന്ന കാര്യം പറഞ്ഞു. ഞാൻ പാല് കൊണ്ട് തരാമല്ലോ എന്ന് പറഞ്ഞു. എന്നൊരാള് ഞങ്ങളോട് പറഞ്ഞു, എന്റെ മോനെ, നിങ്ങക്ക് വിദ്യാഭ്യാസം ഉള്ളല്ലോ, എന്റെ മോനെ ഒന്ന് പഠിപ്പിക്കാവോ എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, അതിനെന്താ, ഇവിടെ കൊണ്ട് വിട്ടാൽ മതി, ഞങ്ങൾ പഠിപ്പിച്ചോളാം. അങ്ങനെ അന്ന് മുതൽ പുള്ളി ഞങ്ങളുടെ എല്ലാ ഉത്തരവാദിത്തം അങ്ങ് ഏറ്റെടുത്തെന്ന് വേണം പറയാൻ. ഈ കുഞ്ഞിനെ ഞങ്ങൾ പഠിപ്പിക്കും. ഞങ്ങൾക്ക് അരി, പച്ചക്കറി, പാല്, ഈ 3 കാര്യം ഫ്രീയാ.
അപ്പൊ ഇതിന് ഞങ്ങള് ഒന്നും ചോദിക്കേണ്ട. പുള്ളിക്കാരൻ വന്ന് പാത്രം പൊക്കി നോക്കും, ഇതിനകത്ത് വല്ലതും ഉണ്ടോ നോക്കും. അദ്ദേഹം തലച്ചുമടി കൊണ്ടുവന്ന് ഇതിലിട്ട് വെക്കും. അതൊന്ന് താത്ത് പിടിക്കാൻ പോലും നമ്മളെ തൊടിയിക്കുകയില്ല. അങ്ങനെ അപ്പം 3.5 കൊല്ലം. അപ്പൊ ഞാൻ നാട്ടിൽ നിന്ന് ഞങ്ങൾ പോരുന്നതിന് മുമ്പ് ഞാൻ ഒരു മീറ്റിങ്ങിൽ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാസ്റ്റർ, വലിയ പ്രായമൊന്നുമില്ല, ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ പാസ്റ്റർ ഓടി അവിടെ നിന്ന് ഇവിടെ എന്റെ തല, ഈ ആന്റി ആരെങ്കിലും അറിയുവോ? അപ്പൊ പുറകെ ഇരുന്ന ഒരാൾ പറഞ്ഞു ഞാൻ അറിയുമെന്ന്. ഈ ആന്റിയുടെ സ്ഥിതി മാറ്റി, ഈ ആന്റിയെ ഞാൻ ഇന്ന അയക്കും, ഇന്നടത്തേക്ക് മറ്റൊരു സ്റ്റേജിലേക്ക് പറിച്ചെറിയാൻ പോവാന്നൊക്കെ നേരത്തെ ഇങ്ങനെ ആലോചനകളൊക്കെ കേട്ടു. അപ്പൊ ഇതെന്റെ മനസ്സിൽ കിടപ്പുണ്ട്. അപ്പൊ ഇങ്ങനെ ഞാൻ 3.5 കൊല്ലം 3.5 കൊല്ലം കഴിയുമ്പോ ഞാൻ നിന്നെ അവിടെ ഉറപ്പിക്കുമെന്നൊരു വാഗ്ദത്തം എനിക്കുണ്ട്. അതെന്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ ഇപ്പൊ ഇവിടെ വന്ന കാലം മുതൽ ഞാനിങ്ങനെ നോക്കും സ്ഥലം എവിടെയാ മേടിക്കണ്ടേന്ന്. നമുക്ക് വാഗ്ദത്തം അല്ലേ ഉള്ളൂ. ഇങ്ങനെ നടന്ന് അതൊക്കെ കഴിഞ്ഞ കേട്ടോ കറക്റ്റ് ഈ 3.5 കൊല്ലം എന്ന് പറയുന്നത് ഇദ്ദേഹം ഞങ്ങളെ എല്ലാ കാര്യങ്ങളും തരാൻ തുടങ്ങി. കഴിക്കാനുള്ളത്, പച്ചക്കറി, ബാക്കി കാര്യങ്ങൾ. ഞങ്ങൾക്ക് ആരും സപ്പോർട്ടില്ല, 10 പൈസ കയ്യിലില്ല. ഒരു 3.5 കൊല്ലം ഞങ്ങൾ അങ്ങനെയാ പോയത്. ഈ സുഹൃത്തിന്റെ അവിടെ താമസപ്പോ അദ്ദേഹം ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. അതിന് ശേഷം ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. അപ്പൊ ഈ സമയത്ത് ഇദ്ദേഹം ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് പാല് വിൽക്കാൻ പോയ ചെല്ലാടത്തും കൊടുത്തിട്ട് വന്നിട്ട് അളവൊന്നുമില്ല, ചെരുവ നിറച്ചങ്ങ് ഒഴിച്ചു വയ്ക്കും. അത്രയും ഉള്ള ബാലൻസ് മുഴുവൻ ഞങ്ങൾക്ക് തന്നേച്ചു പോകും. പിന്നെ അരി, പച്ചക്കറി ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, കണ്ടമാണ് കൃഷി. ഇവിടെ ബസ്മതിയും ഗോതമ്പും, അതിനിടയ്ക്ക് ഒരു പച്ചക്കറിയും നടും. അങ്ങനെ നല്ല ഫ്രഷ് സാധനങ്ങൾ ഇതെല്ലാം നമുക്ക് തരുമായിരുന്നു. തന്ന് ഞങ്ങൾ അവിടെ അങ്ങനെ 3.5 കൊല്ലം ഞങ്ങൾ അങ്ങനെ, ഞങ്ങളുടെ കയ്യിൽ 10 പൈസയൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ പട്ടിണി കിടന്നിട്ടില്ല. അതാണ് ഞാൻ പറയാൻ വന്നത്. അങ്ങനെ ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന പോലെല്ലാം BBSും ഓരോ പ്രോഗ്രാമുകളൊക്കെ ചെയ്ത് അങ്ങനെ 3.5 കൊല്ലം കഴിഞ്ഞാണ് ഞങ്ങൾ ഇവിടെ സ്ഥലമൊക്കെ ഈ വീട് വെച്ചു, ഇവിടെ പ്രവർത്തനം ആരംഭിച്ചതും പിന്നെ ആത്മാക്കളൊക്കെ വരാൻ തുടങ്ങിയതും. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ ഒരു കൺവെൻഷൻ കഴിഞ്ഞ് ഒരു ദിവസം രാത്രി 12 മണി 11 മണിയായപ്പം ഹോളിംഗ് ബെൽ അടിച്ചു. ഞാൻ ആദ്യം ഞങ്ങൾ എഴുന്നേറ്റ് നോക്കി ഞാൻ ചോദിച്ചു ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ എന്നെ സിസ്റ്റർ ജി കോലോ പേടിക്കണ്ട, ഞാൻ തുറന്നോളാൻ പറഞ്ഞു. ഞാൻ അകത്ത് പൂട്ടിയിട്ടേക്കുമായിരുന്നു. ഞാൻ ഗേറ്റ് പൂട്ടിയും ഗേറ്റ് തുറന്നു. അപ്പൊ നോക്കുമ്പോഴത്തേനെ 7 പേര്, 2 ഗൺമാനെ, ബാക്കി പോലീസ് എല്ലാം കൂടി. അപ്പൊ ഞാൻ ഓർത്ത് എന്തൊരു കാര്യം, ഇതെന്താ കരുന്നേ. അപ്പൊ അവരിങ്ങനെ ഇങ്ങി വന്നു, മച്ചാനും ഇറങ്ങി വന്ന് ഇങ്ങനെ കയറി വന്നു കാര്യങ്ങളൊക്കെ ഓരോ ചോദിച്ചു. ഞാൻ ചോദിച്ചു ഞാൻ അവരെ അകത്തോട്ട് പറഞ്ഞു. അപ്പൊ നല്ല തണുപ്പുള്ള സമയം, തണുപ്പാ, നിങ്ങൾ അകത്ത് കയറാൻ പറഞ്ഞു. അവരങ്ങനെ അകത്ത് കയറി, നമ്മൾ കസേരയൊക്കെ ഇട്ടുകൊടുത്ത് ഇരുന്നിട്ട് പറഞ്ഞു ആദ്യം അവര് നമ്മളെ പരിചയമില്ലല്ലോ. ആദ്യം അവര് ചോദിക്കുന്നത് മസീമ, ഒരു ഹിന്ദു പേരും മസി ചേർത്ത്, അതാരാ? ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പൊ ഇവിടെ ഹിന്ദുക്കള് ക്രിസ്ത്യാനി ആവുന്നുണ്ട്, ഇങ്ങനെ ഒരു അറിവ് കിട്ടി. ഇന്ന ആൾക്കാരായിരുന്നു, ഞങ്ങൾക്ക് അറിയത്തില്ല. ഇവിടെ ക്രിസ്ത്യാനി എന്ന് പറയാൻ ഒരാളുണ്ട്, ആ ആളുടെ പേര് ഇന്നതാ, അദ്ദേഹം ഇവിടെ വരുന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങനെ പറഞ്ഞു പിന്നെ അവര് വലിയ കാമായി വളരെ കൂളായിട്ട് സംസാരിക്കാൻ തുടങ്ങി. പിന്നെ എന്നോട് ചായ ഇടാൻ പറഞ്ഞു. ഞാൻ പിന്നെ പെട്ടെന്ന് ചായ അവർക്കെല്ലാം ഇട്ട് കൊടുത്തു, വളരെ ഇതായിട്ട്. അപ്പം പറഞ്ഞു ഇവിടുന്ന് ഒരു പെറ്റീഷൻ വന്നിട്ടാണ് ഞങ്ങളിങ്ങനെ വന്നതെന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ പേടിക്കേണ്ട, ഇവിടുത്തെ കാര്യം ഇങ്ങനെയൊക്കെയാന്ന് അന്നേരം അവരും പറഞ്ഞു. അപ്പൊ നാളെ അവിടെ വന്നാൽ മതി, നമുക്ക് സംസാരിക്കാന്നൊക്കെ പറഞ്ഞെങ്കിൽ പിന്നെ ഞങ്ങള് അതിന് പിന്നെ അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ ഇവിടുത്തെ സർപഞ്ചും അവര് വിളിച്ചു പറഞ്ഞ് ഈ ഗ്രാമത്തിൽ ഇവര് വന്നിട്ട് ഇത്ര വർഷമായി, ഇവരെ കൊണ്ട് ഞങ്ങൾക്ക് ഒരു ദോഷവും ഇല്ല, അതുകൊണ്ട് ഇവിടെ ഒരു പ്രശ്നവും ഇവിടെ ഇല്ല, അതുകൊണ്ട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പോലീസുകാരെ അവർ വിലക്കുകയും ചെയ്തു. പിന്നെ ആരും അങ്ങനെ വന്നിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യം. പിന്നെ നമുക്ക് നല്ല ഞങ്ങളിവിടെ വർഷത്തിൽ 2, 3, ചിലപ്പോ വർഷത്തിൽ 3 കൺവെൻഷൻ ഒക്കെ. ആരെങ്കിലും ഗസ്റ്റ് ഒക്കെ ഗസ്റ്റ് പറഞ്ഞാൽ ഇത് ഞങ്ങൾ ഇവിടെ പാകിസ്ഥാനോട് ചേർന്ന, ഞങ്ങളിവിടെ RS പുരം എന്ന് ഏകദേശം ഞങ്ങൾ താമസിക്കുന്നിടത്ത് ഒരു 4 കിലോമീറ്റർ പാകിസ്ഥാന്റെ അതിര ഫെൻസിങ്.
അത്ര അടുത്ത് ഞങ്ങൾ താമസിക്കുന്നതുകൊണ്ട് കേരളത്തിൽ നിന്ന് ഏതേലും സുവിശേഷ ഓരോ പാസേഴ്സ് ഒക്കെ വരുന്ന സമയങ്ങളിൽ ആര് വന്നാലും ബോർഡർ കാണാൻ വന്നാൽ ഞങ്ങളുടെ വീട്ടിൽ വരും. അങ്ങനെ പലരും വരുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് നമ്മുടെ കയ്യിൽ ഈ മെൽക്കിസെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പെട്ടെന്ന് ഒരു കൺവെൻഷൻ അങ്ങ് നടത്തും. പല കൺവെൻഷനുകൾ ഞങ്ങൾക്ക് അങ്ങനെ നടത്തിയിട്ടുണ്ട്. ആരും എതിരൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഞങ്ങൾ എല്ലാ വർഷവും ക്രിസ്മസ് പ്രോഗ്രാം ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ അങ്ങനെ ഈ വർഷം കഴിഞ്ഞ വർഷം എല്ലാ വർഷവും 3 ദിവസം ഞങ്ങൾ വണ്ടി ഡെക്കറേറ്റ് ചെയ്ത് ഞങ്ങളുടെ വിശ്വാസികളും പിന്നെ ഞങ്ങളുടെ ചുറ്റുപാടുള്ള കുഞ്ഞുങ്ങളും എല്ലാം ചേരും. അങ്ങനെ ഞങ്ങളെല്ലാം 3 വർഷവും അങ്ങനെ പല ഗ്രാമങ്ങളിൽ ചെന്ന് സുവിശേഷം പറയും ക്രിസ്മസിന്. പിന്നെ ലാസ്റ്റ് 25-ാം തീയതി ഞങ്ങളുടെ വീട്ടിൽ വെച്ചൊരു പ്രോഗ്രാം, അങ്ങനെയാണ് തീർക്കുന്നത്. അപ്പൊ എല്ലാ വർഷവും അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ 24-ാം തീയതി 23-ാം തീയതി എല്ലാം 5 ഗ്രാമങ്ങളിൽ പോയി. പിറ്റേ ദിവസവും പല 3-4 ഗ്രാമങ്ങളിൽ പോയപ്പോഴത്തേക്കിന് വണ്ടി ഓടിക്കുന്ന ഡ്രൈവർക്ക് ഒരു കോൾ വന്നു, അവരുടെ വീട്ടിലേക്ക് പെട്ടെന്ന് ചെല്ലണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ അത്രയും കൊണ്ടാക്കി 3 ഗ്രാമങ്ങളിൽ മാത്രം ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു കഴിഞ്ഞ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വിശ്വാസികളെല്ലാം വീടുകളിൽ പോയി. പിന്നെ അടുത്തുണ്ടായിരുന്ന കുഞ്ഞുങ്ങളെല്ലാം പോയി. അപ്പം 2 പിള്ളേര് പറഞ്ഞു, അങ്കിളെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആരും വിളിച്ചിട്ട് വരുന്നില്ല, ഞങ്ങളെ ഒന്ന് കൊണ്ടുവിടാൻ പറഞ്ഞു. അങ്ങനെ ആ കുഞ്ഞുങ്ങളെ കൊണ്ടുവിടാനായിട്ട് പാസ്റ്റർ പുറത്തേക്ക് ബൈക്ക് എടുത്ത് പോയ സമയത്ത് അവരുടെ വീട്ടിലോട്ട് പോകുന്നതിന്റെ ആ ഭാഗമായപ്പോഴത്തേന് 2 ബൈക്ക് അവിടെ തടഞ്ഞു വെച്ചിരിക്കുക, റോഡ് തടഞ്ഞിരിക്കുക. അപ്പം പാസ്റ്റർ ആ ബൈക്ക് അവിടെ നിർത്തിയപ്പോ ഒരുത്തൻ കണ്ടു. അവൻ 2 പേരവിടെ നിൽക്കുന്നുണ്ട്. അതിലൊരുത്തൻ തിരിഞ്ഞ് ഈ പിള്ളേരോട് ചോദിച്ചു, നിങ്ങൾ എവിടെ പോയതാ എന്ന് ചോദിച്ചു. അത് നല്ലപോലെ കുടിച്ചിട്ടുള്ള ഒരാളായിരുന്നു, നല്ലപോലെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എവിടെ പോയി എന്ന് ചോദിച്ചു. എന്നിട്ട് ഇതാരാന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ബായ് ഞാനിവിടെ, എന്നെ അറിയത്തില്ലേ, ഞാൻ ഇവിടുത്തെ അല്ലേന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. അയാൾ പറഞ്ഞു, കൈവിടാൻ പറഞ്ഞു. അപ്പോഴത്തേന്ന് പറഞ്ഞു, പിന്നെ ഹിന്ദു പിള്ളേരെ കൊണ്ട് ക്രിസ്ത്യൻ പ്രോഗ്രാമിന് പോകണോ, മതപരിവർത്തനം നടത്തുന്നോന്നും ചോദിച്ച് അപ്പോഴെ കോളറിനങ്ങ് പിടിച്ച് കമത്തി വെച്ച് കുനിച്ച് പിടിച്ച് ഒരൊറ്റ അടി അടിച്ചപ്പോഴേ ആള് കൂനി അങ്ങ് പോയി. മൈ ഗോഡ് എന്ന് പറഞ്ഞു. അപ്പൊ അവൻ ഇങ്ങനെ കൂനി ഒരൊറ്റ ചവിട്ടുകൂടെ കൊടുത്തപ്പം വീണുപോയി. ഈ ചവിട്ടി വീണ് അപ്പൊ ഇവിടെ കിടന്ന ഫോൺ അങ്ങ് അതൂടെ ദേഹത്തോട്ട് കയറി, നല്ലപോലെ വേദനയായി. പിന്നെ ആ നിലത്തിട്ട് ഒരുപാട് ഉപദ്രവിച്ചു. തലക്കിട്ട് തന്നെ 5-8 അടി നിർത്താതെ ആഞ്ഞാഞ്ഞ് അടിച്ചു. തലക്കിട്ട് അടിച്ച് അതോടൊപ്പം 2 ഓരം മാറി തൊഴിച്ചു. പിന്നെ ലാസ്റ്റ് 15 മിനിറ്റ് ഉപദ്രവിച്ചു. അപ്പൊ കുറെ പേരിങ്ങനെ മാറി നിപ്പുണ്ട്, മറിഞ്ഞിരിക്കുക. ഒരു സംഘമായിരുന്നു, പക്ഷെ 2 പേരെ അവിടെ കണ്ടുള്ളൂ, ആരെയും കാണുന്നില്ല. അങ്ങനെ ഉപദ്രവമേറ്റു. അങ്ങനെ ഇവൻ ലാസ്റ്റ് ഷൂ ഊരിയിട്ട് കിടക്കുന്നയാളെ ചവിട്ടാനായിട്ട് ഒരുങ്ങി കാലിങ്ങനെ പൊക്കി വരുമ്പം കുറെ ഉപദ്രവിക്കുന്ന ഒരാളെ നോക്കി നിൽക്കുക. ഇവര് തമ്മിൽ കൂട്ടാ. അപ്പൊ ഇവൻ മനസ്സിലായി ഇനി അടിച്ച ഇയാള് മരിച്ചു പോകും. ഉടനെ അവൻ ഓടി വന്ന് ഇവനെ അങ്ങ് തള്ളിയപ്പം തള്ളിയ നേരം കൊണ്ട് പാസ് എഴുന്നേറ്റ് ഇച്ചിരി ഓടി. പിന്നെ പാസ് പുറകോട്ട് നോക്കിയപ്പോ അവരാരും പുറകോന്ന് വരുന്ന കണ്ടില്ല. പിന്നെ പാസ് പിന്നെ നടന്ന് ഞാൻ നോക്കി കയ്യോ കാലിനോ വല്ല പ്രശ്നം ഉണ്ടോ നോക്കിയപ്പോ അതിന്റെ വേദനയെ അപ്പ അറിഞ്ഞില്ല. നടക്കുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല, ഓടി നടക്കാനൊന്നും ഒരു പ്രശ്നമില്ല. അപ്പം പാസ്റ്റർ ഒത്തിരി സന്തോഷിച്ചത് എന്റെ ദൈവത്തിന് വേണ്ടിയല്ലേ ഞാൻ അടി കൊണ്ടത്. ഈ അടികളെല്ലാം ഏറ്റപ്പോഴും കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് അവിടെ ഒരക്ഷരം ചെയ്യല്ലെന്ന് പോലും പറയാൻ തോന്നാതെ അത് സഹിച്ചവിടെ കിടന്ന് ഒരു 10-15 മിനിറ്റ് ആ ഉപദ്രവം ഏറ്റിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടിയപ്പോൾ പുള്ളിക്ക് ശരീരത്തിൽ ഒന്നും മനസ്സിലാകുന്നില്ല, ഒന്നും പറ്റിയതായിട്ട് അറിയുന്നില്ല. വീട്ടിൽ വന്നിട്ട് ഞങ്ങളോടൊന്നും ഇതൊന്നും പറഞ്ഞില്ല. എന്നോട് പറഞ്ഞു, ഒരു ഗ്ലാസ് വെള്ളം തരാൻ പറഞ്ഞു. വെള്ളം കുടിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഫോൺ ഇങ്ങനെ എന്റെ ഫോൺ വർക്ക് ആകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ വർക്ക് ആകുന്ന ഇടയ്ക്ക് അങ്ങനെ ആകാറുള്ളതാ. അപ്പൊ മറ്റ് 2 വണ്ടി അവിടെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ വണ്ടിക്കാരന് പൈസ കൊടുക്കണം. അപ്പൊ എന്റെ ഫോൺ ചോദിച്ചു.
ഇദ്ദേഹം ആ വണ്ടിയെ കയറി ഇരിക്കുന്ന സമയത്ത് ആൾക്കാർ പതുങ്ങി ഇരുന്നിട്ടുണ്ടായിരുന്നല്ലോ ഉപദ്രവിച്ചപ്പം, നമ്മൾ അറിയുന്നില്ല. ഇവര് ഈ ഈ പുള്ളി പിന്നെ ബൈക്ക് എടുത്ത് ഇവിടോട്ട് വന്ന് വീടിനകത്തോട്ട് ഒച്ച വെച്ച് കയറി. ഒരു 10-15 പേരുടെ പുറകെ ഉണ്ട്. അവരും കയറി അകത്തേക്ക് വന്നു. അപ്പൊ ഇവരിങ്ങനെ വരുന്ന കണ്ടപ്പോ ഞാൻ അങ്ങോട്ട് ചെയ്യുന്നു. എന്നാന്ന് ചോദിച്ചു. എന്നാന്ന് ചോദിച്ചപ്പോ അപ്പൊ എന്നെ ഇങ്ങനെ ആന്റിജിയുടെ ഹസ്ബൻഡ് 10 മിസ് ചെയ്തു ഇങ്ങനെ ഒരുപാട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തുവാ എന്റെ ഭർത്താവ് എന്ത് ചെയ്തെന്ന്? എന്റെ ഭർത്താവ് അങ്ങനെ ചെയ്യുന്ന ആളല്ല. ഇങ്ങനെ ഞാൻ പറഞ്ഞു. ഞങ്ങൾ ഇവിടെ വന്നിട്ട് 13 വർഷം, ഞങ്ങൾ ആർക്കും ഒരു ദോഷം ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. ഉടനെ അവൻ എന്നെ വിട്ട് ഇങ്ങനെ കയറി അകത്തോട്ട് വന്ന് തപ്പുക റൂമിനകത്തെല്ലാം. മുറിക്ക് കതകിനിട്ട് ഒറ്റ തൊഴിച്ചു. തൊഴിച്ചിട്ട് അകത്ത് കയറി. ഈ കുഞ്ഞുങ്ങളകത്ത് പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് വന്ന് അവര് അകത്തുണ്ടായിരുന്നു. അപ്പൊ അവര് ഒച്ച കേട്ടോണ്ട് എല്ലാരും റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോ ഇറങ്ങെന്ന് പറഞ്ഞ ഭയങ്കര ഷോ കാണിച്ചു. അപ്പോഴും ഞാനിങ്ങനെ നമ്മൾ അറിയുന്നില്ല തല്ല് കൊടുത്തിട്ടാ ഇവൻ വന്ന് ഇങ്ങനെ തപ്പുന്നൊന്നും നമുക്ക് അറിയത്തില്ല. ഞാൻ അന്നേരം ക്യോ ऐसा करना ചാലോ 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 എന്തിനാ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നേ, നമ്മളറിയാത്തവരൊന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ ഇവിടെ നിന്ന് ഒരു 300 കിലോമീറ്റർ അല്ല 300 മീറ്റർ അടുത്താ ഇവന്റെ വീട്, തൊട്ടടുത്താ. അത്രയും അവരുമായിട്ട് അവൻ നേരത്തെ ഇവിടെ വരികയും അങ്കിളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണോ എന്നൊക്കെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള വ്യക്തിയാ. അന്ന് അങ്കിളെ സാറേ എന്നൊക്കെ വിളിച്ചു വന്നയാളെ ഇവനിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകും നമ്മുടെ ജീവിതം നമുക്ക് അങ്ങനെ ഓർത്തിട്ട് പോലും. അപ്പൊ ഇങ്ങനെ പറഞ്ഞു അപ്പൊ പാസ് ഒരു വണ്ടിയെ ഇരുന്ന് ഇത് പറഞ്ഞു നോക്കുമ്പോ ഇവരിങ്ങനെ വരുക. അപ്പൊ ഈ വണ്ടിക്കാരനോടോ ഞങ്ങളുടെ ഒരു ഫാമിലി അതിനകത്തുണ്ട്, അവരോടോ ഈ കാര്യം പറയാതെ ഇങ്ങനെ അയാളെ ഇറക്കി വിട്ട് ഇവിടെ ചർച്ചിലുള്ള വിശ്വാസിയോട് പറഞ്ഞ് എന്നെ കണ്ട പ്രശ്നമാകും അതുകൊണ്ട് ചെല്ലാൻ പറഞ്ഞു. അദ്ദേഹം ഇവിടെ കയറി വന്നപ്പോ അവരോട് പോകാനപ്പുറം അയാളെ തള്ളി ഇറക്കി അടിക്കാൻ മുഖത്തിണ്ട് ഇങ്ങനെ തട്ടുകയും കാലുകൊണ്ട് തൊഴിക്കാനൊക്കെ ചെല്ലുക. പിന്നെ അയാൾ ഓടി പിന്നെ വണ്ടിയെ കയറി. ഇവരാ വണ്ടി വിട്ട് അങ്ങ് പോയി. പാസ്റ്റർ ആ വണ്ടിയെ കയറി അങ്ങ് പോയി കഴിഞ്ഞ് അവരുടെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഈ വണ്ടിയെ കയറി ഇരുന്ന സമയത്ത് എന്റെ ഫോണും പാസ്റ്റർ കയ്യിലുണ്ടെങ്കിൽ ആ ഡ്രൈവർ അവിടെ ചാരി അങ്ങ് കിടന്നോളാൻ പറഞ്ഞു. ഇവിടെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കി ഇവര് വണ്ടി വിട്ടുപോയി. ഈ ചാരിയപ്പോ എന്റെ ഫോണും അതിനകത്ത് അങ്ങ് പോയി. ആ കാര്യം വിട്ടുപോയി. പിന്നെ ഞങ്ങൾക്ക് വിളിക്കാനോ പറയാനോ മാർഗ്ഗമില്ലാതായിപ്പോയി. അങ്ങനെ അത് കഴിഞ്ഞ് എന്റെ മൂത്ത മോള് ആ വീട്ടിലേക്ക് വിളിച്ചു. അന്നേരം പറഞ്ഞു പാസ്റ്റർ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അന്നേരം പാസ്റ്ററോട് പറഞ്ഞു പപ്പ ഇങ്ങനെ വരരുത്, ഇവിടെ പ്രശ്നമാണ്, ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞു. ഇവന്മാരങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയെങ്കിൽ അവരുടെ വീട്ടിൽ നിന്ന് ആള് വന്ന് ഇവരെ ഞങ്ങൾ കൂട്ടിക്കൊണ്ട് പോയി. ഞങ്ങൾ ഗേറ്റ് അടിച്ച് ഞങ്ങൾ അകത്തായി. പിന്നെ പാസ് 2 മണി കഴിഞ്ഞാണ് രാത്രിയിൽ വീട്ടിൽ വരുന്നത്. വീട്ടിൽ കഴിഞ്ഞാണ് ഞങ്ങളോട് പറയുന്നത് ഇന്ന പോലൊക്കെ സംഭവിച്ചു എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾ അവരോട് എന്തേലും പറഞ്ഞാനോ. അന്നേരം പപ്പ പറഞ്ഞു ഏതായാലും അത് ദൈവം, നമുക്ക് ഈ കാര്യമൊന്നും ആരോടും പറയണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള കാര്യമൊന്നും ആരോടും പറയണ്ട, നമ്മൾ കർത്താവിന്റെ വേലയ്ക്ക് വന്ന ഇതൊക്കെ അതിനകത്തുള്ളതാ, അല്ല നമുക്ക് സഹിക്കാം എന്ന് പറഞ്ഞു. ഇപ്പൊ ഇതിനോടിടയ്ക്ക് എന്റെ ഈ ചെറിയ മോള് നാട്ടില് ഒരു പാസ്റ്റർ വിളിച്ചപ്പോ അങ്കിള് ഇന്ന പോലെ പ്രശ്നമാ, പപ്പ ഇവിടെ ഇല്ല. ഇപ്പൊ പപ്പ എവിടാന്ന് ഇവക്കും അറിയത്തില്ല, ഞങ്ങൾ തന്നെയുള്ളൂ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ പാസ്റ്റർ ഉടനെ അത് മറ്റൊരാട് പറഞ്ഞ് മൊത്തം എല്ലാവരും അങ്ങനെ അറിഞ്ഞ് അവിടുന്ന് വിളി വരാൻ തുടങ്ങി. ഇപ്പൊ ഈ ഫോണെല്ലാം പോയ കാരണം ഞങ്ങൾക്ക് ആരുമായിട്ടും ബന്ധപ്പെടാൻ പറ്റുന്നില്ല, പരിചയമുള്ളവര്. അങ്ങനെയാണ് പിന്നീട് അത് മീഡിയയിലും ഒക്കെ പോയത്. അങ്ങനെ പിന്നീട് 3 ദിവസം കഴിഞ്ഞ് ഈ അടിച്ചിട്ട് ഇത്രയും വേദനയുണ്ടെന്നും തണുപ്പ് കാരണം ഇത് എന്നോട് മിണ്ടുന്നുമില്ല, എന്തോരം വേദന അനുഭവിച്ചെന്നുള്ളതൊന്നും ഒന്നും പറയുന്നില്ല. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഒന്ന് കാണിച്ചേ. ഞാൻ നോക്കുമ്പോഴാണ് കൈയൊക്കെ ഇത്രയും മുഴച്ചിരിക്കുക ഭയങ്കരമായിട്ട്. തലക്കിട്ട് അടിച്ച് ഇതൊന്നും മരച്ചിരിക്കുന്നതുകൊണ്ട് വേദന അറിയത്തില്ല. ഞാൻ നമുക്ക് ഏതായാലും പോയിന്ന് ഡോക്ടറെ എവിടെയെങ്കിലും കൊണ്ട് കാണിക്കാന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞങ്ങളൊരു MRI എടുത്തു. അപ്പൊ അവര് പറഞ്ഞു ഇതും കൊണ്ട് പോയാൽ നിങ്ങൾക്ക് ഒന്നും ഇതാവില്ല, നിങ്ങൾ ഗവൺമെന്റിൽ പോയി ഇത് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഗവൺമെന്റ് ആശുപത്രിയിൽ കൊണ്ടുപോയി കാണിച്ചു. അവിടെ അഡ്മിറ്റ് ആക്കി കുറച്ചു നേരം ട്രിപ്പൊക്കെ ഇട്ട് കിടത്തി. അപ്പൊ അവരത് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങൾ ഇന്ന പോലാന്ന് പറഞ്ഞു. അങ്ങനെ അത് അവർ എഴുതിയെടുത്തു. അവിടെ പോലീസ് വന്നു, എഴുതിയെടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ എഴുതിയത് മാത്രമായി. പിന്നെ വീട്ടിൽ വന്നിട്ട് ഭയങ്കര വേദനയായി, സഹിക്കാൻ മേലാത്ത വേദനയായി. അപ്പൊ അങ്ങനെ ഞങ്ങള് പിന്നെ ജനുവരി 1-ാം തീയതി പിന്നെ ഞങ്ങള് ഒരു ഇവിടുന്ന് മാറി തിരുമിക്കാനായിട്ട്
തിരുമീരിന് വേണ്ടി മാറി. അവിടെ പോയി തിരുമിച്ചു എങ്കിലും ഈ വേദനയോടുകൂടി കൈയൊക്കെ ഇത്രയും പൊങ്ങിയിരിക്കും. ആ വേദനയോടുകൂടിയുള്ള തിരുമയ്ക്ക് ആയതുകൊണ്ട് വലിയ തൊടാൻ പോലും മേല, വേദനയാ ഭയങ്കര. പിന്നീട് ഭയങ്കര വേദനയായി. ഇവിടെ വന്നു പിന്നെ ഒരു 2 മാസത്തോളം പുറത്തോട്ട് ഇറങ്ങാൻ മേലാതെ മുറിക്കകത്ത് തന്നെ ആയിപ്പോയി. പിന്നെ ഈ ഒരു കാലങ്ങ് വെട്ടിപ്പോകും, നടക്കാൻ മേല. ബെൽറ്റ് ഇട്ടാ ഒന്നിച്ചിരി മുറുക്കം കിട്ടും, അല്ലെങ്കിൽ ഇങ്ങനെ വീണു പോണ പോലെയായിരുന്നു. അങ്ങനെ ബുദ്ധിമുട്ടിലൂടെ ഒക്കെ നടന്നു. പിന്നെ ഈ മെയ് ആയപ്പോഴത്തേക്കിന് കുറച്ച് ആശ്വാസമായി. ഇപ്പം ഈ മാർച്ച് ആയപ്പോ ഒരുപാട് ആശ്വാസങ്ങളിലേക്ക് വന്നു. എന്നാലും ഞങ്ങൾക്കൊരു ട്രീറ്റ്മെന്റ് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നാട്ടിൽ പോകണം, ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് 3 പെൺകുഞ്ഞുങ്ങളാണ്. അതില് മൂത്തയാള് BSc സൈക്കോളജി പഠിക്കുമായിരുന്നു. അവളുടെ ഒരു അടുത്ത് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ മോള് BSc നേഴ്സിംഗ് കഴിഞ്ഞു. 1.5 വർഷം ട്യൂട്ടറായിട്ട് ജോലി ചെയ്തു. ഇപ്പൊ അവളെ MBAയും കൂടെ ചെയ്യുന്നതുകൊണ്ട് വീട്ടിലുണ്ട്. അതിന്റെ എക്സാം ആണ്, ലാസ്റ്റ് സെമസ്റ്ററിലേക്ക് വന്നിരിക്കുകയാണ്. അടുത്ത സെമസ്റ്റർ കഴിഞ്ഞ് ഇനി ജോലിക്കൊക്കെ പോകാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. ചെറിയ മോള് നിസിമോള് കോട്ടയത്ത് BSc സൈക്കോളജി 4th സെമസ്റ്റർ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നു. മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതോടൊപ്പം എൻ്റെ മൂത്ത മോക്ക് വളരെ നാളുകളായി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു വിവാഹാലോചനയൊക്കെ വന്നു. ദൈവത്തിന്റെ കൃപ കൊണ്ട് ഒരു ആലോചന, ഞങ്ങൾ നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനത്തിൽ നിന്ന് ഒരു 3 പിള്ളേരാണ്. അത് രണ്ടാമത്തെ മോനാണ്. വിവാഹാലോചനകളൊക്കെ ഞങ്ങള് വരികയും കാര്യങ്ങളൊക്കെ ഞങ്ങള് ചില വിവാഹത്തിനുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ അടുത്ത മെയ്യിലേക്കുള്ള പകുതിയോടുകൂടി നടത്താമെന്നുള്ള ആഗ്രഹത്തിലാണ് ഇരിക്കുന്നത്. അപ്പം ഏപ്രിൽ പകുതിയോടുകൂടി ഞങ്ങൾക്ക് ട്രീറ്റ്മെന്റ് അത്യാവശ്യം, അത് കഴിഞ്ഞിട്ട് വേണം കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ആഗ്രഹങ്ങളുണ്ട്. ഈ വിഷയങ്ങളൊക്കെ ഓർത്തും ഇവിടുത്തെ മിനിസ്ട്രിയെ ഓർത്തും ഞങ്ങളെ ഉപദ്രവിച്ചവരെയൊക്കെ, ഞങ്ങൾക്ക് യാതൊരു വിധമായ പിണക്കമോ അല്ല അവരോട് യാതൊരു വിരോധവും ഇല്ല. ഞങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെയും പ്രാർത്ഥിക്കുന്നത് അവര് ഞങ്ങളുടെ കൂടെ ഒപ്പം ഉണ്ടാകുവാനും അടുത്ത വർഷത്തെ ക്രിസ്മസ് ഒക്കെ അവര് തന്നെ നടത്തണം, അങ്ങനെ ഒരു ആഗ്രഹം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഞങ്ങൾ അവർക്ക് വേണ്ടി ദിനം പ്രതി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങള് പിന്നെ ഒരു കാര്യം, അതുപോലെ തന്നെ ഞങ്ങൾ ഈ പ്രോഗ്രാം ഒക്കെ ചെയ്യുമല്ലോ, ഒരുപാട് പ്രോഗ്രാം ഞങ്ങൾ എല്ലാ വർഷവും ചെയ്യുന്നുണ്ട്. VBS, പിന്നെ ഈ ക്രിസ്മസ് പ്രോഗ്രാം, ഇതിന്റെ ഒന്നും ഒരു ഫോട്ടോ പോലും ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങൾ എടുത്തു വെക്കാറില്ല, ഞങ്ങൾ ഒരു മീഡിയയ്ക്ക് കൊടുക്കാറില്ല. അതൊരു പ്രത്യേക സ്വഭാവ. ഹസ്ബൻഡ് ഒന്നും പുറത്തറിയരുത്, എല്ലാം കർത്താവ് അറിയണമെന്നുള്ളൊരു സ്വഭാവക്കാരൻ എൻ്റെ ഹസ്ബൻഡ്. വളരെ ശാന്തനും മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു ദൈവവുമായിട്ടൊരു നല്ല കമ്മിറ്റ്മെന്റ് ഉണ്ട്. ആ ഒരു രീതിയിലാണ് ഞങ്ങളുടെ ലൈഫ്. ഞങ്ങൾ പിള്ളേരെയും അങ്ങനെ തന്നെ അതേ ലെവലിലാ പഠിപ്പിച്ചതും കൊണ്ടുപോകുന്നതും ഒക്കെ. അവരും കർത്താവിന് വേണ്ടി ഇന്നും ഈ പ്രാവശ്യത്തെ മീറ്റിംഗ് മുഴുവൻ എൻ്റെ ചെറിയ മോളാ പ്രസംഗിക്കാനിടയായത്, എല്ലാ ഗ്രാമങ്ങളിലും. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയൊക്കെയാണ് ഞങ്ങള്. എൻ്റെ ഒരാരും ഞങ്ങളുടെ കൂടെ ഇല്ല. ഈ വണ്ടിയൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നതും, രണ്ടാമത്തെ മോള് ഇലക്ട്രീഷ്യന്റെ കാര്യം മുഴുവൻ ചെയ്യും. മൂത്തയാള് ഇവരെ 2 പേരുടെയും പിന്നിൽ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന മൂത്തയാൾ. അങ്ങനെയാണ് 3 പേര്. എനിക്ക് ആൺപിള്ളേരിൽ എന്നുള്ളൊരു വലിയ വിഷമം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയത് 3 പെൺപിള്ളേരാണേലും അവർ 3 പേരും സുവിശേഷ വേലയ്ക്ക് മുൻപന്തിയിൽ ഞങ്ങളോടൊപ്പം നിന്ന്, ഞങ്ങളുടെ ഒരു അസറ്റാണ് ഞങ്ങളുടെ 3 കുട്ടികള്. ഇത് കേൾക്കുന്ന എല്ലാവരും ഞങ്ങളുടെ മിനിസ്ട്രിയെയും ഞങ്ങൾക്ക് എതിരായി നിന്നവരൊക്കെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരേണ്ടതിന് ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇത്രയും സമയം എനിക്ക് വേണ്ടി സമയത്തെ വേർതിരിച്ച ഇനി പാസ്റ്റർക്കും ആന്റിക്കും സിസ്റ്റർക്കും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ചെറിയ സാക്ഷ്യത്തിൽ നിന്ന് ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. സിസ്റ്ററെ, കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നത് ഒരു ഭാഗ്യമായിട്ടാണ് ദൈവമക്കളായ നമ്മൾ കരുതുന്നത്. ദൈവം കുടുംബമായിട്ട് ഇനിയും സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. മുമ്പേ പറഞ്ഞതുപോലെ നമ്മെ എതിർത്തവർ അനേകർ വിശ്വാസത്തിലേക്ക് വരുവാൻ തക്കോണം, യേശുവിനെ അറിവാൻ തക്കോണം ഒക്കെ ഇടയായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പണ്ട് ഈ CADക്ക് ഇൻഫോം ചെയ്ത ആളുകൾ തന്നെ ആ ആളുടെ വൈഫിന് സുഖമില്ലാതായപ്പോൾ വീട്ടിൽ വിളിച്ചു കൊണ്ടുപോയി പ്രാർത്ഥിച്ചതുപോലെ ഒക്കെയുള്ള ദൈവപ്രവൃത്തി പിന്നെയും വെളിപ്പെടുത്താൻ ദൈവം വിശ്വസ്തനാണ്. ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
കുഞ്ഞുങ്ങളെയൊക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാസ്റ്ററെ പ്രത്യേകമായിട്ട് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് വേണ്ടി കഷ്ടം സഹിച്ചു. അത് വലിയ ഒരു മാന്യതയായിട്ട് എണ്ണി, അടിയൊക്കെ കിട്ടിയിട്ട് വീട്ടിൽ നിന്ന് വന്ന് അത് പറയാതെ ഒതുക്കി വേദനയൊക്കെ സഹിച്ച് കഴിഞ്ഞത് കർത്താവിനോടുള്ള സ്നേഹം കൊണ്ടാണ്. ദൈവം ധാരാളമായിട്ട് മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സിസ്റ്റർക്ക് തന്നെ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. സിസ്റ്ററിനെ പ്രാർത്ഥിക്കാം. ചുരുക്കമായിട്ട് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്തോത്രം 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 പിതാവേ, ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, നല്ലതും വിലയേറിയതുമായ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ, കർത്താവെ സമയം ആസാദി ചാനലിലൂടെ കർത്താവെ, ആ ചാനലിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവം ചെയ്ത ഉപകാരങ്ങളൊക്കെ ഓർക്കുവാനും കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടയാക്കിയ കൃപയ്ക്കായി സ്തോത്രം. ഈ ചാനലിന്റെ ഭാരവാഹിത്വം വഹിക്കുന്ന പാസ്റ്ററേയും കുടുംബത്തെയും ധാരാളം അനുഗ്രഹിക്കണമേ. അവർ ചെയ്യുന്ന ഈ പ്രവർത്തനത്തിലൂടെ അനേകർ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാൻ, അനേകർ തീരുമാനം എടുക്കുവാൻ ദൈവം സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിയന്റെ ഈ ചെറിയ സാക്ഷ്യം ഇത് കേൾക്കുന്ന അനേകരുടെ ജീവിതത്തില് കർത്താവിന് വേണ്ടി അവരും അവരുടെ ഹല്ലേലൂയ, കർത്താവിന് വേണ്ടി അവരും വേർതിരിക്കപ്പെടുവാൻ, സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാനും ഒക്കെ കാരണമായി തീരുവാൻ, ദൈവം ആർക്കും കടക്കാരനല്ല എന്ന് മനസ്സിലാക്കുവാൻ ദൈവം സഹായിക്കേണ്ടതിനായി കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കണമേ. ഇത് അനേകർക്ക് ഒരു വിടുതലായി തീരുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തു നാമത്തിൽ ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ സഹവാസം കാവൽ നമ്മെല്ലാവരുടെ മേലും, പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു വന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച പ്രിയ മിനിസ്റ്ററുടെ മേൽ, തൻ്റെ കുടുംബത്തിന്മേൽ, ശുശ്രൂഷകളുടെ മേൽ ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഒരു പ്രാവശ്യം നന്ദി പറയുക. സിസ്റ്റർ അധികം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ റോബിൻ സേവ്യർ പാസ്റ്ററാണ് ഞങ്ങൾക്ക് ആദ്യം നമ്പർ തന്നത്. എന്നാൽ പിന്നീട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്, സംസാരിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് നിസിമോടെ മമ്മിയും പപ്പായുമാണെന്ന്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നൊരു പ്രാവശ്യം കൊണ്ട് പ്രേക്ഷകരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. താങ്ക് യു സിസ്റ്ററെ. ഞങ്ങളുടെ എല്ലാം നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ആമേൻ.